ഞാൻ ഉസ്മാൻ പുളിക്കൽ അങ്ങനെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്താണ് നമ്മളെ കൂട്. ഇത് നമ്മളെ സുഹൃത്ത് അഭിലാഷ്. അങ്ങനെ പറവപ്രാവിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ പ്രാവിമുക്ക് നോക്കാം. ഇതൊക്കെയാണ് ഇപ്പോൾ നമ്മളെ പ്രാക്കൾ. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഇത് പ്രാക്കളൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി കളി. പിന്നെ നമ്മൾ പറപ്പിക്കുന്ന പ്രാക്കളും അച്ചിപ്രാക്കൾ എല്ലാ പ്രാക്കളും ഇതിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടി ഒന്ന് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കി കളി. ഇത് നമ്മളെ ഒരു ഐറ്റം എന്നല്ല, നമ്മൾ മെയിൻ ലൈൻ പ്രാവാണ്. വൈറ്റ് ലൈനാണ്. വെള്ളയിൽ ഇത് കരിങ്കണ്ണുണ്ട്, പൊട്ടുകണ്ണ്, പല കണ്ണുണ്ടാവും. പക്ഷെ കൂടുതലും കരിങ്കണ്ണിൽ മഞ്ഞക്കടലൊക്കെ ഇറങ്ങൽ നമുക്ക് പറപ്പിക്കാനും. ലൈറ്റ് മഞ്ഞ കളറാണ്. ഇത് ലൈറ്റ് മഞ്ഞക്കണ്ണാണ്. ഇതിൽ കരിങ്കണ്ണുണ്ട്. കുട്ടികളൊക്കെ പക്ക റിസൾട്ടാണ്. നമുക്ക് റിസൾട്ടാണ്. നമുക്ക് കൊടുത്തോടത്തും നമുക്ക് അയ്യെന്ന് പറഞ്ഞില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തതല്ല. അതായത് നമുക്ക് ടീമൊക്കെ പാർ ചെയ്ത് ഓവർ പാലൊക്കെ ഈ ലൈനിലാണ്. 13 ടൂർണമെന്റ് ഓവർ പാറിയാണ്. പിന്നെ ഇതിലൊക്കെ നമ്മൾ അമർത്താൻ പിന്നെ ഉപയോഗിക്കല് നമ്മളെ പാണ്ടന് സബ്ജക്ട് ആ ലൈനിൽ പ്രാക്കളാണ് നമ്മൾ ചേർക്കല്. നമുക്ക് ഓവർ പറയാൻ താല്പര്യമില്ലാത്തോണ്ടല്ല, നമുക്കത് ഉപയോഗത്തിന് കൊള്ളൂല. നമ്മൾ 13.5 പറവല്ല ഉദ്ദേശം വെക്കണം. അപ്പൊ പിന്നെ അതില് നമുക്ക് ഈ പ്രാക്കള് 13.5 അമർന്ന് തരണം. നമ്മൾ ഇതിന് പല പ്രാക്കളെയും കൊണ്ട് ചേർത്തി കൊടുക്കും. പിന്നെ നമ്മൾ വർഗ്ഗം നിലനിർത്താൻ വേണ്ടിട്ട് ഒറിജിനൽ ചേർത്തിയാണ് വെള്ളം ചേർത്തിട്ട് തന്നെ അവിടെ കട്ട് ചെയ്ത് വെക്കലാണ്. ഓവർ കട്ട് ചെയ്ത് വെക്കില്ല, ആവശ്യത്തിന് മാത്രം കട്ട് ചെയ്ത് വെക്കുക, നിർത്തുക. ഈ പ്രാവും അതേ ലൈൻ പ്രാവ് തന്നെയാണ്, വെള്ള വരുന്ന പ്രാവ് തന്നെയാണ്. പക്ഷെ നമ്മളെ ജോഡി ഇരുന്ന കലക്കണ ജോഡി കൊണ്ട് മിക്സ് ആക്കിയിട്ട് ചെയ്ത് വരുമ്പോ ഇങ്ങനത്തെ കളറിലൊക്കെ ഇറങ്ങുക. പുള്ളികളും പാൽക്കറുപ്പ് ചോപ്പിച്ച പുള്ളിയൊക്കെ ആയിട്ട് പ്രാക്കള് വരിക. സെയിം ലൈൻ തന്നെയാണ്. പക്ഷെ പ്രാവില് നമ്മൾ മാറ്റം വരുത്തിയെന്നുള്ളൂ, ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ടൂർണമെന്റ് ആണ്. ഓവർ പാറി കഴിഞ്ഞാൽ ആ ഓവർ ഒരു ദിവസമേ പറയുള്ളൂ. പറവ ഒരു 10 മണിക്കൂർ പാറിയെങ്കിൽ ആ 10 മണിക്കൂർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് ഓവർ എന്ന് പറഞ്ഞാൽ ഓവറിന് സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ലല്ലോ. പിന്നെ അതുകൊണ്ട് വലിയ കാര്യമില്ല. അതിനെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരുന്ന പ്രാക്കളാണ്. നിങ്ങളിപ്പോ ജോഡി ചേർക്കുമ്പോ ചിറകില് ശ്രദ്ധിക്കാറുണ്ടോ? ചിറകില് നമ്മൾ നോക്കും. ഇതില് കോൽത്തിരി പടത്തിരി എന്നുള്ള ഒരു സിസ്റ്റം ഉണ്ട്. അത് കോൽത്തിരി മയത്ത് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുന്നതാണ് നമ്മളെ അനുഭവം. പടത്തിരി ആവുമ്പോ മയ താങ്ങി നിൽക്കുന്നുള്ള കുറച്ചുകൂടെ വീതിയുള്ള ചിറകാകുമ്പോ കുറച്ചുകൂടി ഒക്കെ ഒരു കപ്പാസിറ്റി ഉണ്ടാവും. മയത്ത് താങ്ങി നിൽക്കും. മറ്റത് മയത്ത് നിൽക്കാൻ ചിലപ്പോ ഒരു ബുദ്ധിമുട്ട് വരും. നമുക്കങ്ങനെ വന്നാണ്. പിന്നെ ഈ ഒരു ലക്ഷണം കയറ്റിറക്കം എൻഡില് അത് നോക്കും. പക്ഷെ മറ്റത് മോശമായിട്ടില്ല. ഇതിലാവുമ്പോ ഒരു കുറച്ച് കൺട്രോളിങ് ഉണ്ടാവും എന്നുള്ള കാഴ്ചപ്പാടാണ്. ഓരോരുത്തർക്കും ഓരോ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മളെ രീതി തന്നെ ശരിയാവണമെന്ന് എല്ലാവർക്കും ശരിയാവണമെന്നില്ല. ഇത് ഒരു സുർമലയും പ്രാവ്. ഇത് നമ്മളെ ലൈനിൽപ്പെട്ട പ്രാവ് അല്ല. ഇത് ഞാൻ ഇവിടുന്ന് നമ്മളെ സുഹൃത്ത് നിർത്തുന്നു കുറച്ചായിട്ടുള്ളൂ വാങ്ങിച്ചിട്ട്. ഈ പ്രാവിന് നമുക്കറിയാം. നമ്മളിതിന്റെ കുഞ്ഞന്മാരെ പറവ കണ്ടാണ്. അപ്പോൾ കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൊണ്ടുവന്ന്. അപ്പൊ ഇതില് പ്രാവ് ഇരിക്കില്ല, ഓവർ പറവാണ്. അത് നമ്മളിപ്പോ ഒരുപാട് ഇപ്പൊ ഞാൻ കൊണ്ടുവന്നതിന് ശേഷം 2-3 ജോഡി ഞാൻ പ്രാവ് ചേർത്തിന്. അതിലൊന്നും കുഞ്ഞന്മാര് ഞാൻ വിചാരിച്ച മാതിരി ഇരുന്ന് തരില്ല. പ്രാക്കൾ ഇരിക്കും. ചിലപ്പോ ഇന്ന് കൈ കിട്ടിക്കോണമെന്നൊന്നുമില്ല, പിറ്റേന്നൊക്കെ വരിക. പക്ഷെ പ്രാവ് കൂടാണ്. പക്ഷെ ഉപയോഗത്തിന് നമുക്കിത് പറ്റണില്ല. അപ്പൊ ഇനിയിപ്പോ ഇതിന് പാവുള്ള ഒരു പ്രാവിന് വേറെ തപ്പണം. ഇതിലിപ്പോ ഞാൻ ഇനിയിപ്പോ ചേർക്കാൻ കണ്ടത് സുറുമപ്പുള്ളി തന്നെ ഒരു ഡാർക്ക് കണ്ണ് പ്രാവ് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കിട്ടിയാൽ ഒന്ന് ചേർത്ത് നോക്കും. സുറുമപ്പുള്ളിയിൽ ആക്കണം എന്നുള്ളതാണ്. കാരണം ആ സുറുമപ്പുള്ളി ഞാൻ വിചാരിച്ച പ്രാവാണെങ്കിൽ അതിൽ അമർച്ചുള്ള പ്രാവിനെ ചേർത്തണം എന്നാണ്. അമർച്ച എന്നുള്ളത് നമ്മൾ കണ്ണുകൊണ്ടാണ് നമ്മൾ അമർച്ച കണക്കൂട്ടുന്നത്. നമ്മൾ ഡാർക്ക് ഇതിപ്പോ എന്താ പറയാ, ഇതിപ്പോ നമ്മള് ഇതിന്റെ വിജയം കാണുന്നവരെ നിങ്ങൾ പണിയെടുത്തോണ്ട് വെക്കും. പ്രാവ് നമ്മളെ കയ്യിൽ നല്ല പ്രാവ് കൈ കിട്ടി വെച്ചിട്ട് പ്രാവ് പറക്കണമെന്നില്ല, ഇരിക്കണമെന്നില്ല. അത് നമ്മളെ ജോഡി ചേർക്കണോടത്ത് തന്നെയാണ് അതിന്റെ വിജയം. അത് കണ്ണ് തന്നെയാണ് ഇതൊക്കെ നമ്മൾ നോക്കല്. പിന്നെ പ്രാവിന്റെ ബോഡി ഒക്കെ നോക്കും. പിന്നെ ബോഡി ഷേപ്പ് ഇല്ലാത്ത പ്രാക്കൾ പറക്കില്ലാന്നും പറയാൻ പറ്റില്ല, അവൻ പറക്കുന്നുണ്ട്. എന്നാലും നമ്മൾ നോക്കും, ഒരു കാഴ്ച നമുക്ക് കിട്ടുമെന്നുള്ളത്. അപ്പൊ നോക്കട്ടെ, ഇതിലൊരു പ്രാവും കൂടി ചേർത്ത് വെക്കിട്ട് വിജയം പറയാം. അതുവരെ എങ്ങനെ കട്ടെ. ഇതിന്റെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്. ഇതിന്റെ കണ്ണ് പ്രത്യേകത ഉണ്ട്.
ഒരു തരി കൂടുതലുള്ള ഇതില് പറവ യാസിയുള്ള പ്രാക്കളാണ്. ഇങ്ങനെ ഈ ഒരു തരി കൂടുതൽ വന്നു കഴിഞ്ഞാൽ പറവ പറവ എന്നല്ല ഈ പവന് അങ്ങനെയാണ് ഇതിന്റെ ഒരു പവർ. കാരണം പറവ യാസ്തിയും മൈൻഡ് കുറവ് അതിന് വരിക ഈ ഒരു പ്രാവിന് നമ്മളെ അനുഭവത്തിൽ കിട്ടും. ബാക്കിയുള്ള അനുഭവത്തിൽ എങ്ങനെ വരിക എന്നുള്ളത് ഇനിയിപ്പോ അറിയില്ല. നമ്മളെ കാഴ്ചയിൽ പ്രാവില് അമർച്ച ഇല്ല എന്നല്ല, ഇരിക്കും. ഓവർ പറവയാണ്. പറവ നമ്മൾ ചെറിയ പറവയൊക്കെ ഒന്നും പ്രാവിനെ വിട്ടാണ്ട് ഫസ്റ്റ് ടൈമിലൊന്നും വിട്ടാണ്ട് നമുക്ക് ചിറ്റിച്ചിരുത്താന്നുള്ള പ്രതീക്ഷ ഒന്നും ഇതിൽ വെക്കണ്ട. പിന്നൊക്കെ രാവിലൊക്കെ ചിറ്റിച്ചിറക്കണ ആ സിസ്റ്റമൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ വിജയിക്കും. നമുക്ക് പിന്നെ രാവിലെ നടക്കൂല. നമുക്ക് പിന്നെ വൈകിട്ടൊക്കെയാണ് നമ്മളെ ചെയ്യല്. ആ പറവയ്ക്ക് പ്രാവിനെ എത്തിക്കാൻ കഴിയില്ല ഞങ്ങൾക്ക്. അത്യാവശ്യം വീതിയുള്ള ടൈപ്പ് ചിറകാണ്. മഴത്ത് പ്രാക്കള് നിൽക്കും, മഴത്തും വെയിലത്തൊക്കെ നിൽക്കും. പക്ഷെ പ്രാവ് ഇരുത്താണ് നമുക്ക് പ്രതീക്ഷിച്ച മാതിരി നമ്മളെ കയ്യിൽ ഇറങ്ങാത്തത്. നഷ്ടപ്പെട്ടു പോകില്ല, പ്രാവ് തിരിച്ചു വരും. ബുദ്ധിയുണ്ട്. നൈറ്റ് പറപ്പിക്കുന്നവർക്കൊക്കെ നൈറ്റ് പറപ്പിക്കാനൊക്കെ പറ്റും. പക്ഷെ നമ്മൾ ആ ഒരു സിസ്റ്റം നമുക്ക് ചെയ്ത് നോക്കിയില്ല. കാരണം നമുക്ക് നൈറ്റ് എന്ന് പറഞ്ഞ സംഗതി നമ്മളെ ഏരിയ അങ്ങനത്തെ ഏരിയയാണ്. നമ്മളെ ടൂർണമെന്റുകൾ നൈറ്റിലേക്ക് നമുക്ക് ഇല്ല. നമ്മൾ ഇതിലെ പേര് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് നോക്കാം. നമുക്ക് അടുത്തേല് സാഹചര്യമൊക്കെ യോജിച്ചു വരികയാണെങ്കിൽ നമുക്ക് ചെയ്യണമെന്നുണ്ട്. അതിന് ഇങ്ങനത്തെ സൈറ്റാണ് നമ്മളത്. മൊത്തം മരങ്ങളൊക്കെ ഉള്ളതാണ്. ഒരു പ്രാവിനെ കൊണ്ടുവന്നതാണ്. ഇതിന്റെ കളത്തേക്ക് യോജിച്ച പ്രാക്കള് നമ്മളെ വെള്ളയിൽ ചേർത്താൻ പറ്റിയിട്ട് കൊണ്ടുവന്ന പ്രാവാണ്. ഈ പ്രാവില് ഇരുത്തം ഭയങ്കര കണ്ടീഷനാണ്. നമ്മളെ വെള്ളയിൽ ഇരുത്ത കണ്ടീഷൻ ഇല്ല എന്നല്ല, പ്രാക്കള് ഇരിക്കല് നൈറ്റ് ആയാലും പ്രാക്കൾക്ക് ഇരിക്കാനുള്ള മൈൻഡ് ഉണ്ടാവില്ല. പറവ കൂടുതൽ നൈറ്റ് ആയി കഴിഞ്ഞാലൊക്കെ ഇനി നമ്മള് ലൈറ്റ് ഒന്നും ആദ്യം നമ്മളെ ലൈറ്റ് സെറ്റപ്പ് ഒന്നും ഇല്ലേ. ലൈറ്റ് സെറ്റപ്പ് ഉള്ള സമയത്ത് വെച്ച് നോക്കിയപ്പോ പ്രാക്കളും ഫുള്ള് മിസ്സിംഗ് ആണ്. അപ്പൊ നമ്മളെ കണക്കൂടെ പ്രാവ് നഷ്ടപ്പെട്ടു പോകാന്നാണ്. പക്ഷെ പ്രാവ് രാവിലെ വരുന്നുണ്ട്. പക്ഷെ പ്രാക്കള് രാത്രി ഞാൻ ലൈറ്റ് വെച്ച് സെറ്റപ്പ് ആക്കി വെച്ച് നോക്കിയപ്പോ അത് നൈറ്റ് നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. 13.5 പറവയൊക്കെ നമുക്കത് കൊള്ളിക്കാൻ കഴിയില്ല. ഞാൻ ടീം കൂട്ടിട്ടും എനിക്ക് നമ്മളെ വെള്ളപ്പെട്ട പ്രാവ് ഇരുന്നില്ല. ഈ 13.5 ഓവറാണ്. അതിന് തുണ വെച്ചോട്ട പാണ്ടല് പെട്ട പ്രാവാണ് നമുക്ക് ചവിട്ടി തന്നത്. പാണ്ടപ്പെട്ട് ഇരിക്കാത്ത പ്രാവ് നമ്മളെ വെള്ളപ്പെട്ട പ്രാവാണ്. ആ പ്രാവിൽ ഇരിക്കില്ലാന്ന് വിട്ടപ്പോഴേ എനിക്കറിയാം. പക്ഷെ എനിക്ക് ആ പ്രാവിന് തുണ വെച്ചു കൊടുക്കാൻ വേറെ പ്രാവില്ലാത്തതുകൊണ്ട് ഞാൻ പാണ്ടനെ തുണച്ചുകൊടുത്ത് പാണ്ട ഇരുന്ന് വെള്ളം ഇരുന്നില്ല. അപ്പൊ ഇരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പൊ തപ്പിക്കൊണ്ടിരിക്കുന്ന പ്രാക്കൾ ഫുള്ള് ഈർത്തപ്രാക്കളാണ്. അതിന് അങ്ങനത്തെ കണ്ണുള്ള പ്രാക്കളെ തെരഞ്ഞു കൊണ്ടുവരിക, അത് നമ്മളെ വെള്ളയിൽ ചേർക്കുക, മിക്സ് ആക്കാൻ വേണ്ടിട്ട് കൊണ്ടുവരാണ്. അത് മോശപ്പെട്ട പ്രാവ് ആകാൻ പറ്റൂല. ഇരിക്കും വേണം. പറവന്റെ ആവശ്യത്തിന് എനിക്ക് പ്രാവ് വേണ്ട, എനിക്ക് ഇരുത്തത്തിന്റെ ആവശ്യത്തിനാണ് നമ്മൾ പ്രാവിന് നമ്മൾ തപ്പല്. അതിപ്പോ നമ്മൾ സബ്ജപ്പുള്ളി ഇപ്പം പുതിയൊരു ക്രേസ് തുടങ്ങിയാണ്. സബ്ജപ്പുള്ളി, സബ്ജ, പാണ്ടൻ, അങ്ങനത്തെ ഈ കളറാണ് വെള്ളയിൽ മിക്സ് ചെയ്യുന്നത്. നിങ്ങളിപ്പോ ഇതില് വെള്ളയിൽ മിക്സ് ചെയ്യുമ്പോ കണ്ണ് മെയിൻ ആയിട്ട് നോക്കുന്നത്? കണ്ണ് നോക്കും, ഒരു ഭാഗം കണ്ണ് നോക്കും. ഞാൻ നോക്കില്ല, ഏറ്റവും കൂടുതൽ കണ്ണിലാ നോക്കില്ല. ഞാൻ ചേർക്കണ ജോഡി എന്റെ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈറ്റും ഡാർക്കാണ് ജോഡി ചേർക്കുമ്പോൾ. ഏത് പ്രാവിന് ചേർക്കുകയാണെങ്കിൽ ലൈറ്റും ഡാർക്കും ബേസ് ചെയ്തിട്ടാണ് നോക്കുക. അത് ഏത് കണ്ണിലായാലും പച്ചക്കണ്ണിന് പ്യൂർ കടും പച്ചയാണെങ്കിൽ ലൈറ്റ് പച്ചന്റെ ചേർത്തി കൊടുക്കും. അതായത് ഒരു ആണിന് ഡാർക്ക് കളറാണ് കണ്ണ് വരുന്നത്, അതിന് ലൈറ്റ് കളർ പെണ്ണ് ചേർത്തി കൊടുക്കും. അത് എങ്ങനെയായാലും ഞാൻ ചേർത്തിട്ട് നമ്മളെ സിസ്റ്റം അത് എല്ലാവർക്കും ഒരേപോലെ ആയിക്കോന്നില്ല. ഞാൻ ചേർത്തൽ അങ്ങനെയാണ്. നമുക്ക് അതിലാണ് അങ്ങനെ പാക്കള് പറക്കണോണ്ട് ഇരിക്കുന്നുണ്ട്. അതാണല്ലോ നമ്മളെ ലക്ഷ്യം. നമുക്കിപ്പോ പ്രാവിനെ വളർത്തുന്നത് പറപ്പിക്കുമ്പോൾ പറക്കും വേണം, ഇരിക്കാൻ നേരത്തെ ഇരിക്കും വേണം. ഈ രണ്ടുണ്ടാകുമ്പോഴേ പ്രാവില് വിജയം ഉണ്ടാവുള്ളൂ. അപ്പൊ അതുവരെ ഇപ്പൊ നമ്മളെ കയ്യിൽ എത്ര ഓവർ പാറിയാലും അത് സഭയെ കൊടുക്കൂല. സഭയെ കൊടുക്കണമെങ്കിൽ നമുക്ക് ഇരുന്ന് എന്നാലും നമുക്ക് ഇരുന്ന സമയം കിട്ടും. മറ്റേത് നമുക്ക് സമയം കിട്ടൂല. നമ്മളെ വെള്ളപ്പെട്ട തന്നെയാണ് ഇത്. നമ്മൾ ചേർത്തിയപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ വേറെ പ്രാവില് ചേർത്തുമ്പോഴാണ് ഈ കളർ ഇറങ്ങുക. മറ്റേ പ്യൂർ വൈറ്റ് ഇറങ്ങുക. പ്രാവില് ചുണ്ടിന് കളർ ചേഞ്ച് മാറ്റുന്നുണ്ട്, കാലിന് കളർ ചേഞ്ച് ഉണ്ടാവും. ഇതിനൊക്കെ ഡോട്ട് ചെറുപ്പത്തിൽ പ്രാവ് വാൽക്കറപ്പേനി, പിന്നെ മൂത്ത് കഴിഞ്ഞപ്പോ പ്രാവിന്റെ കോലം കൂടുതലും വൈറ്റിക്ക് വരും. അതിന്റെ ഇടയിൽ നമ്മൾ ചേർത്ത പ്രാവിന്റെ ആ കളർ തീമിൽ കാണും. ഈ പ്രാവിന്റെ പാറയാണ്, ഇതിന്റെ കുട്ടികൾ പാറിയതാണ്. ഈ പ്രാവ് ആകെ പാറി 7 മണിക്കൂറാണ്. ഇതിന്റെ കുട്ടി ഒരു 12.75 മണിക്കൂർ എനിക്ക് ടീമൊക്കെ പാറി പ്രൈസ് 12.75. പറഞ്ഞാൽ 2 മണിക്ക് തുണപ്രാവ് ഇരുന്നിട്ടും ഇതിന്റെ കുട്ടി ഇരുന്നില്ല. ഒറ്റക്ക് പാറി 12.75 6.75 മണിക്കൂർ 6.75 വരെ അത് പാറി നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആക്കി തന്നെ നമുക്ക് പ്രൈസ് വാങ്ങി തന്നു. വെള്ളയിൽ മിക്സ് ചെയ്ത പ്രാവാണ്. മിക്സ് ചെയ്യുമ്പോഴാണ് നമുക്ക് വരുന്നത്. അത് കോലം മാറും, പ്രാവിന്റെ എല്ലാത്തിനും മാറ്റം വരും, ക്വാളിറ്റി ചേഞ്ച് ആവും.
പിന്നെ നമുക്ക് ഇറങ്ങി തരാനുള്ള ടെൻഡൻസി ഇരിക്കാനുള്ള ഒരു മൈൻഡ് ഉണ്ടാവും. മറ്റത് ഇരിക്കാനുള്ള മൈൻഡ് കാണിക്കൂല, പറക്കാനുള്ള മൈൻഡ് കൂടുതലാണ്. അതാണ് നമ്മളെ വെള്ളക്ക് ഈ കളർ ചേർക്കണേ. വെള്ളക്ക് കളർ മാറ്റി ചേർക്കാനുള്ള കാരണം അതാ. ഇപ്പൊ വെള്ളം ചേർത്ത കുട്ടികൾ തന്നെ എന്റെ കയ്യിലുണ്ട്. പക്ഷെ ഇതാണ് ഇപ്പോഴും വിട്ടാല്, ഇന്ന് വിട്ടാൽ എനിക്ക് പിറ്റേന്നൊക്കെ കൈ കിട്ടുക, അത് നമുക്ക് അമർന്നു തരൂല. നമുക്ക് ആ വെള്ളയില് പറ്റ ഒരു ഒറിജിനൽ വെള്ളം കാണിച്ചു. ഇതാണ് ഇപ്പൊ നമ്മളെ ഒറിജിനൽ വെള്ള, പ്യൂർ വൈറ്റ് ആണ്. പ്യൂർ വൈറ്റ് ആണ്. ഇതാണ് ഇതിനൊക്കെ തലസ്ഥാനം. വെള്ളയില് നമ്മള് കൊണ്ടുവന്ന പ്രാവില് മെയിൻ പ്രാവ് ഈ പ്രാവാണ്. ഇത് നമ്മുടെ സുഹൃത്തിന്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. ആരാണ് നിങ്ങൾക്ക് പ്രാവ് തന്നത്? ആളെ പേര് നമ്മളെ പറവൂര് നമ്മളെ സുഹൃത്തുണ്ട് സന്ദീപ് എന്ന് പറഞ്ഞിട്ട്, SPP വിജയൻ. അപ്പൊ അങ്ങേരെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നാണ്. കൊണ്ടുവന്നിട്ട് ഇപ്പൊ കുറച്ച് വർഷങ്ങളായി, ഒരു 17 വർഷത്തിന്റെ മുകളിലായി നമ്മൾ ഈ ഒരു ലൈന് മാത്രം മെയിൻ ചെയ്ത് കൊണ്ടുപോകണത്. ഈ പ്രാവ് നമുക്ക് ഇന്ന് വരെ നമ്മൾ ചതിച്ചില്ല. നമ്മൾ കൊടുത്തോടത്തായാലും ഞാൻ പറപ്പിച്ചിട്ടായാലും എനിക്ക് ടീമിക്ക് പോയിട്ട് ഇരിക്കാത്ത പ്രാവും ഇതിന്റെ കുട്ടിയാണ്. ഓർ പാറി എന്ന് പറഞ്ഞത് പ്രാവ് ഈ പ്രാവിന്റെ കുട്ടിയാണ്. അപ്പൊ നമ്മളെ ടൂർണമെന്റിലേക്ക് ഇറങ്ങി കിട്ടണമെങ്കിൽ ഇതിൽ മിക്സ് ചെയ്യാതെ പ്രാവില് 13 പറവയ്ക്ക് ഇരിക്കൂല കേട്ടോ. എല്ലാത്ത പറവക്കാണെങ്കിൽ ലേറ്റ് വെച്ചിട്ടും വെട്ടിട്ടൊക്കെ ഇരുത്തുകയാണെങ്കിലൊക്കെ പ്രാവില് നമുക്ക് ഉപയോഗിക്കാം. നമ്മളിത് ചെയ്തു നോക്കിയില്ല, ചെയ്യണമെന്ന് അതിനുള്ളൊരു ചെറിയ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് ഇപ്പൊ ലൈറ്റ് ഒക്കെ വെച്ച് സെറ്റ് ആക്കുന്നുണ്ട്, നോക്കുക. ഇപ്പൊ ഇനിയിപ്പോ കൂടുതലും ഇപ്പൊ ആ പറവയ്ക്കാണ് അധിക ടൂർണമെന്റുകളും വരുന്നത്. അപ്പൊ നമ്മളും അതൊന്ന് പരീക്ഷ നടത്തി നോക്കുക. ഇത് നമ്മൾ ചെയ്ത് നോക്കിയില്ല, നിർത്തിയാണ് കേട്ടോ. പ്രായം 9 മണി വരെ ഒക്കെ ഞാൻ ലൈറ്റ് വെച്ച് നിർത്തിയാണ്. പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പൊ നമുക്ക് സർട്ടിഫിക്കറ്റും കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് പറയാൻ പറ്റൂല. പക്ഷെ എന്നാലും നമ്മളെ സന്തോഷത്തെ നമ്മൾ വർപ്പിച്ചാണ്. നമ്മൾ വർക്കുണ്ട്. അത് ഇനി അടുത്ത് നമുക്ക് നോക്കാം. നമ്മളെ കൂട്ടില് 99% വെള്ള ഉണ്ടാകുക. വെള്ളയില് പിന്നെ നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചേർക്കലാണ്. അതില് കത്തങ്ങപ്പുള്ളി ചേർക്കും, പാണ്ടം ചേർക്കും, സബ്ജപ്പുള്ളി ചേർക്കും, സ്വർണ്ണപ്പുള്ളി ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ആക്കിയാലും നമ്മള് പരാജയപ്പെട്ടില്ല. പ്രാവ് ജാസ്തിയാണ്. ജാസ്തി പറയാൻ കാരണം അങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം. നമ്മള് നൈറ്റ് പേടിയില്ലാത്തൊരു ലൈൻ എന്ന് പറഞ്ഞ ഒരു പ്രാവാണ്. അങ്ങനെ എല്ലാ പ്രാക്കളും നൈറ്റ് കയറണമെന്നില്ല. ചില ലൈനിൽ നൈറ്റിൽ കയറാൻ പേടിയുണ്ട്. ആ പേടിയുള്ള പ്രാവിനെയാണ് നമ്മൾ ഇതിമ്മല് കലർത്തുക. അപ്പൊ ആയിട്ട് ഇരുന്ന് തരും. മറ്റേ ഇരിക്കണമെങ്കിൽ ഇവലെന്നെ തീരുമാനിക്കണം ഞാൻ ഇരിക്കട്ടെ എന്ന്. അതല്ലാതെ നമ്മൾ ഇവിടെ എത്ര പ്രാവ് നിരത്തിയാലും ഇറങ്ങണില്ല. പിന്നെ നമ്മൾ ഓല ഇഷ്ടത്തിന് വിടല. പ്രാവ് മിസ്സാവൂല. അതായത് ഒരിക്കലും പ്രാവ് ഒരാളെ പോകൂല. പ്രാവ് വരും, പിറ്റേന്നായിട്ടെങ്കിലും വരും. ഒരാളെ കൂട്ടിലും പോയി ഇരുന്ന് കൊടുക്കുക, അവിടെ കിട്ടിയെന്ന് പറഞ്ഞ് വിളിക്കുക. നമുക്ക് ഇവിടെ ഒരുപാട് ഗ്രൂപ്പ് ഉണ്ട്. ഇന്ന് വരെ നമ്മളെ പ്രാവിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടില്ല. പക്ഷെ നമ്മളെ പ്രാവൊക്കെ നമുക്ക് തിരിച്ചു വരലുണ്ട്. നമുക്കൊരാൾ കിട്ടിയിട്ട് നമുക്ക് തിരിച്ചു കൊടുക്കാന്നല്ലാതെ. ഇതിപ്പോ ആ വെള്ളയിലുള്ള പ്രാവിനാണ്. പ്രാവിനാണ്. പക്ഷെ ഇതിന് പെടപ്രാവിനെ മാറ്റം വരുത്തിയിട്ടാണ് ഈ പ്രാവ് ഇറങ്ങിയത്. ഈ പ്രാവില് പറവയാണ്, ഇരുത്തുകയാണ്. ഇത് നിങ്ങൾ കലർത്തിയതാണ്. വെള്ളയില് കലർത്തിട്ട് തന്നെയാണ് പ്രാവ് ഇറങ്ങിയത്. ആ കലർത്തിയ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ പ്രാവില് പറവുണ്ട്, അതേമാതിരി ഇരുത്തുണ്ട്. നല്ല മൈൻഡ് പറഞ്ഞാൽ ഇതിപ്പോ ഒരു 3-4 കൊല്ലം തുടർച്ചയായിട്ട് ഞാൻ ഇതിനെ ഓട്ടിയാണ്. പറവ പറഞ്ഞാൽ നല്ല അടിപൊളി വൈഡായിട്ട് പറക്കും ചെയ്യും. പക്ഷെ നമ്മളെ കളം വിട്ട് വല്ലാതൊന്നും പോകില്ല. ഒരു 5 മിനിറ്റ് 10 മിനിറ്റിനുള്ളിലൊക്കെ പ്രാവ് തിരിച്ചു വരും. പിന്നെ ഇവിടെ കുറെ നേരം പായിട്ട് പിന്നെ ഒന്ന് പോകും. അങ്ങനത്തെ ഒരു പറവ. എല്ലാത്തിനും അങ്ങനെ പറഞ്ഞിട്ടില്ല. ചില പ്രാക്കള് നല്ല ടൈം എടുത്ത് വലിഞ്ഞു പോകും. കാണിച്ചു കൊടുക്കാൻ വൈകുന്നേരം ആകുമ്പോ കഴിഞ്ഞാൽ ഒരു 6 മണി 6:30 കഴിഞ്ഞാൽ ഇതിലൊക്കെ ഒരു മെച്ചം എന്ന് പറഞ്ഞാൽ പ്രാക്കള് ഈ കളത്തിലുണ്ടാവും. ഒരു 2 തെങ്ങ്, ഒരു തെങ്ങ് ഹൈറ്റില് ഇരിക്കണവരെ ഇവിടെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കളത്തിനനുസരിച്ചാണ് ഞാൻ പാൻ ഉണ്ടാക്കുന്നത്. കാണൂല. ഇതിന്റെ മുകളിൽ എത്തിയാൽ തന്നെ പ്രാവിനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പിന്നെ അത്രയും മുകളിൽ കയറിക്കണം പ്രാവ്. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമേ കുറച്ചൊന്ന് കാണിച്ചെടുക്കാൻ കഴിയുള്ളൂ അല്ലേ? പക്ഷെ ആ പ്രാക്കൾ ഇരിക്കലും തറയിലാണ്. അതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാല് ഈ നിലത്താണ് ഞാൻ പ്രാവിനെ ചിറ്റിക്കാൻ കഴിച്ചിടലും ചെറുപ്പത്തില് താക്കാൻ വിടലും ഇത്തിക്കലും ചിറ്റിക്കലൊക്കെ ഈ തറ വെച്ചിട്ടാണ്. ഇത്രയും തെങ്ങും മരമൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ തെങ്ങിന്റെ മുകളിലോ മരത്തിന്റെ മുകളിലോ ഒന്നും കയറി പറ്റാനോ ഒന്നും നിൽക്കൂല. ഇരുടായി കഴിഞ്ഞാൽ കൂടാണി
ആ കലക്കി ചേർത്തുമ്പോൾ. മറ്റത് ഓല് തീരുമാനിക്കണം. ഈ പ്രാവ് ഏത് ലൈനിലാണ്? ഇത് ഞാൻ പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്രാവാണ്. വെള്ളയിൽ മിക്സ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പ്രാവ് തന്നെയാണ്. പക്ഷെ അത് വെള്ളയിൽ മിക്സ് ചെയ്താലും ഒക്കെ ഞാൻ വിചാരിച്ച പണി നടക്കുമെന്ന് അറിയില്ല, എന്നാലും കൊണ്ടുവന്നതാണ്. ഒരു സബ്ജന്റെ കൂട്ടില് എന്താ പറയാ, ഒറിജിനൽ സബ്ജയില് പ്രാവ് കുറവാ. സബ്ജ കളറിൽ പ്രാവിനെ കിട്ടിയപ്പോ ഇങ്ങനെ ഒന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണ്. അപ്പൊ അത് ഒരു പ്രത്യേകത. ഇതാ നല്ല പറയും പറക്കും, നല്ല ഇരുത്തും കിട്ടും, നല്ല മൈൻഡാണ്. അപ്പൊ ഞാന് നമ്മളതിൽ ചേർത്തി വെക്കണം, നോക്കിയിട്ട് ഒരു സെറ്റ് കുഞ്ഞെടുക്കുക ഒക്കെ നമ്മളൊക്കെ പരീക്ഷണത്തിന്റെ ഫൈനൽ റിപ്പോർട്ട്. ഇതൊക്കെ ജോഡിയിട്ട് കുഞ്ഞെടുത്ത് പറപ്പിച്ച് ഇരുത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ റിസൾട്ട് കംപ്ലീറ്റ് ആവുള്ളൂ. ഞാൻ കാണുന്ന കാഴ്ചപ്പാടാവില്ല. ചിലപ്പോൾ പറവ ജോഡിയിട്ട് കുഞ്ഞെടുത്ത് കഴിഞ്ഞാല്, ജോഡിയിട്ട് കുഞ്ഞെടുത്ത് പറപ്പിച്ചും ഇരുത്തിച്ചും റിസൾട്ട് നമ്മളെ കൺമുമ്പിലായാൽ തന്നെ ഏത് പ്രാവായാലും അത് കൺഫേം ആയെന്ന് പറയാൻ പറ്റും. അല്ലാതെ നമ്മള് ഏത് വലിയ പോറ്റിക്കാരെ കൂട്ടുപോയി പ്രാവ് എടുത്തു വന്നാലും നമുക്ക് വിജയം കിട്ടണമെങ്കിൽ അത് ജോഡിയിട്ട് കുഞ്ഞെടുത്ത് പറപ്പിച്ചാലാണ് അതിന് ഫൈനൽ. അതാണ് അതിന് ഫൈനൽ റിസൾട്ട്. അതുവരെ നമുക്ക് പറയാം ഇന്നാളെ പ്രാവ് നമ്മളെ കയ്യിൽ ഉണ്ട് എന്ന് പറയാന്നല്ലാതെ നമുക്കത് പറയാന്ന് പറയണമെങ്കിൽ നമ്മളത് പറപ്പിച്ചാൽ തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അത് പിന്നൊരു ഭാഗ്യമാണ് ജോഡി കൊള്ളുക എന്ന് പറഞ്ഞത്. ഇതിൽ എല്ലാവർക്കും പരാജയപ്പെടുന്നത് ജോഡി കൊള്ളാത്തതാണ്. അത് കൊള്ളലാണ് നമ്മളെ വിജയം. ആ കൊള്ളുന്ന സമയം വരെ നമ്മൾ ഇതിൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടേ നിൽക്കേണ്ടി. ഇത് നമ്മളെ പാണ്ടൻ ലൈന് പ്രാവ്. ഈ പ്രാവാണെങ്കിൽ ടീമുക്ക് പാറി ഇരുന്നത് 13.5 പറവേക്ക്. ഈ പ്രാവ് പറഞ്ഞത് ഇതില് നമുക്കറിയാം ഈ പ്രാവിൽ പറക്കും ചെയ്യും, ഇരിക്കും ചെയ്യും. ഈ പ്രാവ് എനിക്ക് ടീമുക്ക് പാറി ഇരുന്നത് സമയം കിട്ടിയതും സർട്ടിഫിക്കറ്റ് കിട്ടിയതും പ്രൈസ് കിട്ടിയതൊക്കെ ഈ ഒരു പ്രാവിന്റെ പറവുകൊണ്ടാണ്. ഇത് പാണ്ടൻ ലൈന് പ്രാവാണ്. ഇത് നമുക്ക് അമർച്ച കിട്ടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന പ്രാവ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇട്ട് നമുക്കിത് പറഞ്ഞ് നമുക്ക് സർട്ടിഫിക്കറ്റും ട്രോഫിയൊക്കെ വാങ്ങി തന്ന ഒരു പ്രാവാത്. ഇത് പാണ്ടൻ ലൈനില് ഇതും ആ വെള്ളമാണ് നമ്മൾ അന്ന് നമുക്ക് ടൂർണമെന്റ് പാറിയത്. പിന്നെ പിറ്റത്തെ വർഷത്തെ അല്ല അതിന് പിന്നത്തെ വർഷത്തില് ആ വർഷം എന്റെ കൂട്ട് തലവിരി വന്നു. അന്ന് എന്റെ കുറച്ച് പാക്കൾ നഷ്ടപ്പെട്ടു പോയി. വീണ്ടും രണ്ടാമത് ഏലുമാലാക്കി കൊണ്ടുവന്ന് ആ വർഷം ഒരു 13-20 ഞാൻ പറപ്പിച്ചിരുന്നു. പക്ഷേ ഇത് പേപ്പറും കടലാസൊന്നും ചോദിക്കരുത്. കാരണം ആ ടൈം വെച്ച പ്രാക്കൾ മയക്കാറിൽ കയറിപ്പോയിട്ട് 2 മണിക്കൂർ സമയം വെച്ച്. പിന്നെ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങനെ ഒരു പ്രാവിനെ ഞാൻ ടൈം ഇതുവരെ എന്താ പറയാ ഇത് കാണാത്തൊരു പറവ ഞാൻ അംഗീകരിക്കില്ല. അങ്ങനെ അംഗീകരിക്കില്ല എന്നല്ല, നമ്മളൊരു 13-20 പറഞ്ഞ ആ ടീമുക്ക് വിട്ട പ്രാവാണ്. 2 മണിക്ക് പ്രാക്കൾ മയക്കാറിൽ കയറിപ്പോയി. നല്ല മയക്കാറ് അല്ലല്ല, ടീമുക്ക് വിട്ട് അന്ന് ടീമുക്ക് വിട്ട് പ്രാക്കൾ മയക്കാറിൽ കയറി. സാധാരണ പ്രാക്കൾ 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വലിച്ചിട്ടുണ്ട്. ആ ടൈം വരെ പ്രാവിനെ കാത്തുനിന്ന് പിന്നെ വീണ്ടും അമ്പയറിന് 2 മണിക്കൂർ സമയം വെക്കാറില്ല. സമയം വെച്ച് 1 മണിക്കൂറും 1.25 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്പയറിനെ പറഞ്ഞ് ടീം ഒഴിവാക്കിയാണ്, ക്യാൻസൽ ചെയ്താളി. അപ്പൊ ഞാൻ കണക്കൂട്ടിയപ്പോ 2 മണിക്കൂർ ഓൾറെഡി ആയി. പിന്നെ നിയമത്തിൽ 2 മണിക്കൂർ ഉണ്ട് നമുക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു ഇനി വേണ്ട, കാരണം പ്രാക്കളെ കാണാതെ നമ്മൾ ഇരിക്കല്ലേ. ഈ മയക്കാളിൽ കയറി എന്തായാലും ആ ടീം വേണ്ട, നമുക്ക് അടുത്ത ടീം നോക്കാന്ന് പറഞ്ഞ് അമ്പയർ കുറെ ആശുപത്രി ചെയ്ത് പ്രായം ചെയ്യുന്ന ആളാ. പറഞ്ഞു എല്ലാം നമുക്ക് ടൈം ഉണ്ട്, ഇത്ര സമയം ഉണ്ട്, ഈ ഒഴിവാക്കല്ലേ. പ്രാക്കൾ അങ്ങനെ തന്നെയാണ്, മയക്കാളിൽ കയറി കഴിഞ്ഞാൽ പെട്ടെന്ന് വരില്ല. അപ്പൊ അന്ന് നമ്മളൊരു വാശി വേണ്ടാന്നുള്ളൊരു വാശിയിൽ ഞങ്ങൾ ഒഴിവാക്കി, ക്യാൻസലാക്കി. അമ്പയർ പൈസ കൊടുത്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് മൂപ്പര് സംസാരിച്ച് നിന്നപ്പോണ്ട് പ്രാക്കൾ വന്ന്. ആ പ്രാക്കൾ പിന്നെ ഇരിക്കണത് 20 നമ്മള് ഭാഗ്യക്കേടാണ്. അമ്പയർ പറഞ്ഞു ചെയ്ത് അത് എന്റെ വാശിയാണ് കേട്ടോ, അത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് നഷ്ടം വരുന്നൊക്കെ പറഞ്ഞാണ്. പക്ഷെ ഞാനത് കേൾക്കാത്തതിന് കാരണം എന്താണ്, എനിക്ക് 2 മണിക്കൂർ ഓൾറെഡി പ്രാക്കളെ കാണാതായില്ലേ. വീണ്ടും ഇങ്ങനെ ഒരു ചടപ്പ്, നമ്മൾ കാണാത്തൊരു പ്രായം നമ്മളിങ്ങനെ കാത്തു നിന്ന് നിയമത്തിലുള്ളതാണ് കേട്ടോ. പക്ഷെ അതല്ല, എനിക്കൊരു സമാധാനം കിട്ടണമെങ്കിൽ നമുക്ക് ലൈവിൽ പ്രാവിനെ കാണണം. അപ്പോഴാണ് നമുക്ക് ആ പ്രാവ് പറഞ്ഞ് നമ്മളെ കണ്ണുമ്പിൽ ഇന്നുവരെ മിസ്സാകാത്ത പ്രാക്കളാണ്. മഴക്കാലിൽ കയറിയതാണ് ഓൾറെഡി നമ്മൾ കണ്ടുകയാണ്. പക്ഷെ പറഞ്ഞ കാര്യമില്ല, എന്നാലും പ്രാക്കള് 2 മണിക്കൂർ കഴിഞ്ഞ് വരാത്തപ്പോ ഞാൻ ചർച്ച ഒഴിവാക്കി. ആ പ്രാക്കൾ എനിക്ക് അന്ന് 20 പ്രാക്കൾ ഇരിക്കുന്നത്. ഒന്ന് ഈ പ്രാവിന്റെ കുട്ടിയാണ്, ഒന്ന് ഒരു പ്രാവ് ഒരു സബ്ജക്ട് പുള്ളിയാണ്, അതിന്റെ കൂട്ടിലുണ്ട്. അതിന്റെ ശേഷം കുട്ടിയില്ല. പിന്നെ നിങ്ങൾ എന്തൊക്കെ ലക്ഷണങ്ങള് ഇപ്പൊ ചില ആളുകൾ കാല് നോക്കും. ഞാൻ നോക്കണത് ഒന്ന് ഈ ലൈനാണ്, ഈ വരി, ഇതിന് ക്രോസ് ഉണ്ടോ നോക്കും. ഇതിൽ ക്രോസ് എന്താ ക്രോസ് എന്ന് കഴിഞ്ഞാല് പറവനെ ബാധിക്കാനല്ല, ഇത്തിന് ചെറിയ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അത് എപ്പോഴും ഉണ്ടാവില്ല, ചില സ്വഭാവം കാണിക്കും എന്നാണ്, മാറിച്ചോട്ടുന്ന സ്വഭാവം കാണിക്കും. പിന്നെ
കാര്യമായിട്ട് അങ്ങനെ നോക്കലുള്ളൂ. പിന്നെ കണ്ണ്, പിന്നെ കാലിന്റെ നഖത്തിന്റെ കളറാണ് നോക്കാൻ ചേട്ടോ. കാരണം ഇത് പ്യൂർ ബ്ലാക്ക് ആണ്. പക്ഷെ ഞാൻ ഇവിടെ ജോഡി ഇറക്കുന്നത് വെള്ളക്ക് സബ്ജി ഇറക്കും. സബ്ജക്ട് പുള്ളി ഇറങ്ങും. അപ്പൊ ആ പ്രാവിന്റെ കളർ ആ പ്രാവിന്റെ മേല് വരണം എന്നുള്ള കാഴ്ചപ്പാടാ. അപ്പൊ ഈ നഖത്തിന് വെള്ളം ഉണ്ടാവും, മിക്സ് ഉണ്ടാവും, കറുപ്പാകം ഉണ്ടാവും, വെള്ളനാകം ഉണ്ടാവും. മിക്ക പ്രാക്കൾ ഇന്നേരെ മിസ്റ്റേക്ക് ഒന്നും കാണിച്ചില്ല. പ്രാക്കൾ കറക്റ്റ് അത് ഞാൻ കാണിച്ചു തരാം. നമ്മളിപ്പോ ഉറപ്പിച്ച് നമ്മളെ കണ്ണുമ്പിലുള്ള പ്രാക്കളുണ്ട്. ആ പ്രാക്കളൊക്കെ കളർ ചേഞ്ച് ഉണ്ട്. പക്ഷെ നമുക്ക് ഇതൊന്നും ഇല്ല, മിസ്റ്റേക്ക് ഒന്നും കാണിക്കില്ല. പ്രാക്കൾ ഇരിക്കുന്നുണ്ട്, കൂട്ട് കയറുണ്ട്, പറക്കുണ്ട്, അമർച്ചുണ്ട്, അനുസരിച്ച് നമ്മളെ ആവശ്യത്തിന് പറക്കുന്നുണ്ട്. ഇത് നമ്മളെ ലൈനിൽപ്പെട്ട പ്രാവ് തന്നെ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ടീമൊക്കെ ഇട്ടിട്ട് 13-20 പാറിയെന്ന് പറഞ്ഞില്ലേ, അമ്പയറോട് ക്യാൻസൽ ആക്കിച്ചേ അന്ന് പാറിയ പ്രാവാണത്. നമ്മളെ പാണ്ടലിൽ പെട്ട പ്രാവ്. സബ്ജപ്പുള്ളി പാണ്ടന്റെ കുട്ടിയാണിത്. അല്ല, സബ്ജപ്പുള്ളിയുടെ കുട്ടി. ഇതിന്റെ അമ്മപ്രാവിന്റെ അടുത്തുണ്ട്. ഇതില് കുട്ടികളെടുത്ത് കുട്ടികളും പാറി റിസൾട്ടാണ്. പിന്നെ ഇപ്പൊ എന്താ പറയുക, ഇതിന്റെ സംഗതി കൂടി ഉണ്ട്. പറഞ്ഞു കഴിഞ്ഞാല് ഓവർ തള്ളാന്ന് വിചാരിക്കും. 5 മണിക്കൂർ വരെ കയറ്റം നിന്ന് പാറും. ഈ പ്രാവും പാറിയതാണ്, ഇതിന്റെ കുട്ടികളും പാറിയതാണ്. 5 മണിക്കൂർ കയറ്റം വെച്ച് നിസാരായിട്ട് പാറും. പാറിയ പ്രാവ് ഞാൻ കാണിച്ചാൽ ഇതിലുണ്ട്, സംഗതി നമ്മുടെ കയ്യിലുണ്ട്. നമ്മളിപ്പോ 2 മണിക്കൂർ പറഞ്ഞ പ്രാവിനെ വിട്ടെന്ന് പറയാൻ കാരണം ഞാനിത് മറ്റാളില്ല നമ്മളെ കൂടെ അല്ലേ. ഓൻ ഇവിടെ ഒരു പണിക്ക് വന്നാണ്. ഞാൻ വെറുതെ വിടാൻ വേണ്ടി പറഞ്ഞപ്പോ 5 മണിക്കിട്ട പ്രാക്കളെ ഞാൻ 12 മണിക്ക് എടുത്തിട്ടുണ്ട്. അന്ന് ഫുള്ളാക്കിയ പ്രാക്കളാണ്. ശരി, അന്ന് ഫുള്ളായി. 5 മണിക്കൂർ കയറ്റം നിന്ന് പാറിയെന്ന്. അതെ, 2 മണിക്കൂർ ഓടിയ പ്രാവ് 5 മണിക്കൂർ കയറ്റം വെച്ചിട്ട് 7 മണിക്കൂർ 12 മണിക്ക് വിട്ടിട്ട് പ്രാവ് ഫുള്ളായി. ഇതിന്റെ കുട്ടികളും ആ ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്നുള്ള ഇതിന്റെ പവർ കൊണ്ടാണ് അറിയില്ല. ഇതിന്റെ കുട്ടികളും കാണിക്കുന്നുണ്ട്. ഞാൻ പറയില്ല, നേരത്തെ പറഞ്ഞല്ലേ കാൽമേല് കറുപ്പ് നഖം, വെള്ളനഖം, പല മിക്സിങ് വരുന്നുണ്ട് പറഞ്ഞത്. അമ്മപ്രാവ് ഇതാണ്, അച്ഛൻപ്രാവ് നമ്മൾ വെള്ളപ്പെട്ട പ്രാവാണ്. കുട്ടിറങ്ങുമ്പോ ആ പ്രാവിനെ കാണിച്ചുതരാം. ഈ നഖത്തിന് വെള്ളം ഉണ്ടാവും, കറുപ്പുണ്ടാവും, പല മിക്സിങ് ഉണ്ടാവും. ഞാൻ പല ആൾക്കാർക്ക് കണ്ടിന് അങ്ങനെ വന്ന പ്രാവ് അതോടുകൂടി തീർന്ന് ആ പ്രാവിനൊന്നും ഒന്നിനും പറ്റൂല. കറക്റ്റ് ആയിരിക്കണം ഈ കളറ്. ഞാൻ കണ്ടിന്, ഞാൻ മിക്സ് വന്നു കഴിഞ്ഞാൽ പ്രാവ് അതോട് തീർന്ന് പിന്നെ ആ പ്രാവിനൊന്നിനും പറ്റൂല. അപ്പൊ ഇന്റെ കയ്യില് എനിക്ക് വിജയമാണ്. അത് ബാക്കിയുള്ളത് എന്താവെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മളെ കയ്യത്തെ കാര്യം നമുക്ക് പറയാനുള്ളൂ. പുറമുള്ള ഒരാളെ നമുക്ക് പറയാനുള്ളൂ. പുറമൊരു കൂട്ടില് അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിന് മറുപടി ഒന്നും ഇല്ല. ഇതിന്റെ കൂട്ടത്തിൽ എനിക്ക് പറയാം. അപ്പോ ഇതിന്റെ കുട്ടിനെ കാണിച്ചുതരാം. ഞാൻ പറഞ്ഞ മിക്സ് ചെയ്ത് വന്ന കളറും കറുപ്പും വെള്ളയും വന്നൊക്കെ ഞാൻ കാണിച്ചു തന്നാലും ആ പ്രായം നമുക്ക് ഒന്ന് കാണാമല്ലോ. നോക്കി എടുത്തിട്ട് ഇതിപ്പോ ഞാൻ പറയല്ലേ, മിക്സിങ് ഉള്ള ആ നേരത്തെ കാണിച്ച സബ്ജപ്പുള്ളിന്റെ കുട്ടിയാണിത്. ഈ പ്രാവും പാറിന് 5 മണിക്കൂർ കയറ്റം വെച്ചിട്ട് പ്രാവിനെ പറപ്പിച്ച് ഇരുത്തിയതാണ്. ഈ പ്രാവിന്റെ നഖം നോക്ക്. ഞാൻ പറഞ്ഞ ഒരു വിഷയം ഉണ്ടല്ലോ, മിക്സ്ഡ് പറഞ്ഞാൽ വെള്ളമുണ്ട്, കറുപ്പുണ്ട്, ഒക്കെ ഉണ്ട് ഇതിന്. അപ്പൊ ഈ പ്രാവ് മോശം നിങ്ങൾക്ക് പറയാൻ പറ്റൂല. എനിക്ക് പ്രാവിൽ റിസൾട്ടാണ്. അപ്പൊ ഈ പ്രാവിന് ഇതിൽ നോക്കിയാൽ ചില ആൾക്ക് പറയാം ചുണ്ട് കറുപ്പാണ്, എന്റെ വാല് കറുപ്പാണോ, അല്ലെങ്കിൽ നഖം കറുപ്പ് വരണം, അപ്പോഴാ പ്രാവ് നന്നാവും. കളർ ഒത്തു വരണം. പക്ഷെ ഇത് ഞാൻ ആ പ്രാവിനെ കലക്കിയോണ്ടാണ് എനിക്ക് കലക്ക് വരുന്നത്. മിക്സ് ചെയ്തുകൊണ്ടാണ് പ്രാവിന്റെ ഇത്. അപ്പൊ ഇതില് പാവില്ല വന്നാണ്. അപ്പൊ ഇത് പറക്കൂല എന്ന് പറയാൻ പറ്റില്ല. ഇത് പറക്കണോണ്ട് ഇരിക്കണോണ്ട് നമ്മളെ പ്രതീക്ഷയിലും അപ്പുറം കയറി പറക്കണോണ്ട്. അപ്പൊ പിന്നെ ഈ പ്രാവ് മോശം ഞാൻ പറയില്ലല്ലോ. നമുക്ക് റിസൾട്ട് ഇത് ഒരാളെ ഇതാക്കി പറയില്ല. ഇതിന്റെ റിസൾട്ട് എനിക്ക് പറയാം. ഇതിന്റെ തെളിവിന്റെ കയ്യിലുണ്ട്. ഇതിലിപ്പോ ഒരു കുട്ടിനെ കൊല്ലം ഞാൻ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ തുണക്കുട്ടിനെ, മറ്റേ പ്രാവിന്റെ രണ്ടാമത്തെ കുട്ടീനെ, രണ്ടാമത്തെ എല്ലാം ലാസ്റ്റ് കിട്ടിയ കുട്ടീനെ വലിച്ചൊപ്പിച്ച് പറപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതെന്താ പറയുക, ഇതിപ്പോ ഇതിന്റെ വിജയങ്ങൾ നമുക്ക് പറയാം. മറ്റുള്ളവരെ കയ്യിൽ നിന്ന് ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പാവ് വറക്കൂല, ഇരിക്കൂല, പാവ് പലതരത്ത് മാറിച്ചോട്ടും. ഈ സൈറ്റ് ഉണ്ടില്ലേ, ഇന്റെ സൈറ്റ് വന്ന് നിലത്തിറക്കും. കറക്റ്റ് അത് 7 മണിയായാലും മണിയില്ല, 7 ആയാലും മണിയില്ല, 8 മണിയായാലും മണി, 8 ആയാലും മണിയില്ല, പാവ് വന്നിരിക്കും. ലൈറ്റ് ഒന്നും ഇനി നിർബന്ധമില്ല, പാവ് വന്നിറക്കും. അതെന്താന്നല്ല നമ്മളെ ചെറുപ്പകാലത്തെ ട്രെയിനിങ്ങും ശീലിപ്പിച്ചോണ്ടാവും. ഇത് ഞാൻ ഫസ്റ്റായിട്ട് ഒരു പറവപ്രാവിനെ വാങ്ങിക്കൊണ്ടുവന്ന ഫസ്റ്റ് വാങ്ങിയ പ്രാവ് എന്റെ കയ്യിലെത്തിയിട്ട് 17 വർഷം ആയി. എന്റെ മോന്റെ വയസ്സാ. അന്നാണ് ഞാൻ ഫസ്റ്റ് പറവപ്രാവിനെ കൂട്ടുക്ക് വാങ്ങിക്കൊണ്ടിരുന്നത്. അന്നുള്ള പ്രാവാണ്. ഇപ്പൊ ഇതിന് കരുവൊന്നുമില്ല കേട്ടോ. അത് അത്ര ഏജ് ഉണ്ട്, കണ്ണിന് കാഴ്ച വരെ. എന്റെ കയ്യിൽ 17 വയസ്സാണ്. അപ്പൊ ഇത് വാങ്ങിയ അത്രയും വയസ്സുണ്ടാവും.
ഇതില് എനിക്ക് കുട്ടികൾ പാറിയതാണ്. പക്ഷേ ഈ കുട്ടി ഇതിലൊക്കെ ഒരു ഇതെന്ന് പറഞ്ഞാൽ മൂത്താലെ പ്രാവ് പറക്കുള്ളൂ. ചെറുപ്പത്തിൽ ഫോം ആവില്ല. ചെറുപ്പത്തിൽ ഇങ്ങനെ കുറച്ചൊക്കെ അവിടെ ഇവിടെ അടിച്ചു കളിച്ചാൽ ഇങ്ങനെ നിൽക്കാന്നല്ലാതെ ദസ്ത 7 കല്ല് കഴിഞ്ഞാൽ 8 കല്ല് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ നല്ല പറവായി. ചെറുപ്പത്തിന് സങ്കടം എന്ന് പറഞ്ഞാൽ കരുല്ല. ആകെ ഒരു വയസ്സുകൊണ്ട് പിന്നെ ഒരു ഒറ്റ കുട്ടികളുടെ കയ്യിൽ ഇതിലുള്ള കരു എടുത്തു വെച്ചിന്. അന്നാ തലവിരി വന്നില്ലേ, തലവിരി വന്നതിൽ എനിക്ക് പാക്കൾ കുറച്ച് നഷ്ടപ്പെട്ടു. അതിലുള്ള പടപ്പാക്കളുണ്ടേനി, ആമ്പ്രാവുണ്ടേനി. ഇപ്പൊ ഒറ്റ ആമ്പ്രാവ് മാത്രമേ ഉള്ളൂ. ഇനി ഇതിലിപ്പോ ഈ ഒരു പ്രാവ് ആ കുട്ടിയും തന്നെ ബാക്കിയുള്ളൂ. പക്ഷെ ഇന്ന് വരെ എനിക്ക് ഈ കണ്ണില് പ്രാവ് ഇറങ്ങിയിട്ടില്ല. ഈ സെയിം കണ്ണില് പ്രാവ് ഇന്ന് വരെ കിട്ടിയില്ല. ഇതിന്റെ കണ്ണ് അങ്ങനത്തെ കണ്ണുമാണ്, ഒരു ചളിക്കണ്ണുമായിട്ട് കണ്ണ് കണ്ടിട്ടില്ല കേട്ടോ. ഇതേപോലത്തെ കണ്ണ് വേറെ കൂട്ടിലൊന്നും കണ്ടില്ല. എന്റെ കൂട്ടിലില്ല. ഞാൻ പോണ അധികം എല്ലാ കൂട്ടിലും പോയില്ല, എല്ലാന്നും ഇങ്ങനെ തെണ്ടി പോയില്ല. എന്നാലും പോയ കൂട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ നോക്കിനി ഇങ്ങനെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഈ കണ്ണില് ഞാൻ പ്രാവിനെ ഇറക്കാൻ വേണ്ടിട്ട് പല പ്രാവിനും ചേർത്ത് വെക്കുന്നു. പക്ഷെ ഇന്ന് വരെ പ്രാവ് കിട്ടിയില്ല. ഒരു കുട്ടി ഉണ്ട് ഇനി ഇതില് തലവിരിയുള്ള, ഞാൻ കാണിച്ചു തരാം. നല്ല പ്രാവാണ് പറഞ്ഞ കാര്യത്തിൽ കരുവില്ല. എന്നാൽ മെഡിസിൻ കുറച്ച് കയറിയോടുകൂടി കുഞ്ഞ് കിട്ടില്ല. അതിൽ കുഞ്ഞ കിട്ടില്ല. തലവിരി വന്ന് മരുന്ന് കൊടുത്ത് അസുഖമൊക്കെ മാറിയാണ്. പക്ഷെ തലവിരിക്ക് ഒരു ചെറിയൊരു ബെൻഡ് ഉണ്ട്. എന്നാലും ഇപ്പൊ മുട്ടയുണ്ട്, ജോഡിയിട്ട് മുട്ട ഉണ്ട്. പക്ഷെ മുട്ടക്കാരില്ല. അപ്പൊ അങ്ങനെ ഒരു നഷ്ടം നിലനിർത്താം ഒന്നുണ്ട്. ഞാൻ വംശത്തിൽ ഈ കളറിൽ കിട്ടില്ല എന്നുള്ളു, ഈ കണ്ണിൽ കിട്ടില്ല എന്നുള്ളു. ചിലപ്പോ കിട്ടും, നോക്കുക, നമ്മള് ചെക്ക് ചെയ്ത് നോക്കല്ലോ. കഫക്കെട്ടാണ് ഇതിങ്ങനെ എന്തോ അറിയില്ല, ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ ഒന്ന് പോവാ. ചെറുകൊന്ന് ഇത് മഴയത്തൊക്കെ എങ്ങനെ പറവരുന്നത്? മഴത്ത് നിന്ന പ്രാവാണ് പറക്കുണ്ട്. നമ്മളെ സീസൺ ടൈം എന്ന് പറഞ്ഞാൽ മഴ സമയമാണല്ലോ. ആ സമയത്തൊക്കെ വന്നു. അന്ന് വലിച്ചുപിക്കാത്ത വാക്കുകളാണ്. ചെറിയ ഒരു 2 കല്ല് മാക്സിമം പോയാല് ആ സമയത്ത് ഈ പറവ് പറന്നു. അത് എന്താ പറയാ, എല്ലാരും ഉൾക്കൊള്ളണമെന്നില്ല. ചില ആൾക്കാർ പറയും 0 കല്ലിലൊന്നും പാക്കള് പറക്കൂലെന്ന്. നമുക്ക് പറക്കുണ്ട്. അത് എനിക്ക് പറക്കുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെ കൂട്ടരും പറക്കണമെന്ന് പറയാൻ പറ്റൂല, എല്ലാവരുടെ കൂട്ടരും പറക്കൂലെന്ന് പറയാൻ പറ്റൂല. പറക്കും. പ്രാവിന് പറവുണ്ടെങ്കിൽ പിന്നെ വേറെ ഇതിലൊക്കെ വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രാവിന് പറവുണ്ടെങ്കിൽ ഏത് പ്രാവും പറക്കുള്ളൂ. അല്ലാതെ ട്രെയിനിങ് മാത്രം കൊണ്ട് പ്രാവ് പറഞ്ഞോളൊന്നുമില്ല. കാരണം ട്രെയിൻ ചെയ്യുന്ന പ്രാവിന് പറവുണ്ടെങ്കിലല്ലേ ട്രെയിൻ ചെയ്താൽ പറക്കുള്ളൂ. അല്ലാതെ ഇപ്പൊ നാടൻപാനെ പിടിച്ചാണ്ട് ട്രെയിൻ ചെയ്താൽ ഞാൻ ട്രെയിനർ നല്ല ട്രെയിനറാണ് പ്രാവ് പറക്കും എന്ന് പറഞ്ഞാൽ നാടൻപാനെ പിടിച്ച് പറപ്പിച്ചാൽ പറപ്പിക്കാനില്ല പ്രാവ് പറക്കൂലല്ലോ. ഈ പ്രാവിന് പറവുണ്ടോ നമുക്ക് ട്രെയിൻ ചെയ്ത പ്രാവ് പറക്കും. ഇതിനാ സാധനം ഇല്ലേ, ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സ്വഭാവം പ്രാവ് കാണിക്കും. പറവാന്നുള്ള സംഗതി ഉണ്ടെങ്കിൽ തന്നെ ഏത് പ്രാവ് പറക്കുള്ളൂ. അല്ലാതെ ട്രെയിനർക്ക് മാത്രമായിട്ട് പ്രാവിനെ ഇല്ലാത്ത പറവ ഉണ്ടാക്കി വിടാൻ കഴിയില്ല. ഞാൻ കണ്ടില്ല കേട്ടോ. നമ്മൾ പറപ്പിച്ച് കിട്ടും പറവുണ്ടെങ്കിൽ തന്നെ നമ്മളെ പ്രാവ് പറക്കുള്ളൂ. നല്ല ക്വാളിറ്റി വേണം. പറക്കാന്നുള്ളൊരു മൈൻഡ് ആ പ്രാവിൽ ഉണ്ടെങ്കിൽ ആ ക്വാളിറ്റി ആ ജനുസ് ആ പ്രാവിൽ വേണം. എന്നാ പ്രാവ് പറക്കും. ഇല്ലേ, അതൊന്നും വിജയത്തേക്ക് എത്തിയില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ ഇത്രയും കൊല്ലം പ്രാവ് പറപ്പിക്കുന്നുണ്ട്. നമ്മളെല്ലാ കൊല്ലം ടീമൊക്കെ വിട്ട് പൈസ അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നമുക്ക് കാലാവസ്ഥ നമ്മളെ ദുൽമ ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ ഇവിടെ ഫാൽക്കന്റെ അടി, അത് നമുക്ക് ഏറ്റവും കൂടുതൽ അടിയുള്ളത് നമ്മളെ കൊണ്ടോട്ടി ഭാഗത്ത് ഏറ്റവും കൂടുതൽ അടിയുള്ള സ്ഥലമാണ് നമ്മളെ ഏരിയ. കാരണം ഇവിടെ കോറി, നിലമ്മൽ കോറിയാണ്. എല്ലാ കൊല്ലവും കാര്യമായിട്ട് പ്രാവിനെ കുഞ്ഞെടുക്കല് കത്തിമീൻ എടുക്കാനാണ്. അതിന് ഭാഗ്യം കിട്ടിയൊക്കെ പറന്ന് സമയം കിട്ടിയാലൊക്കെയാണ് നമുക്ക് പറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ. കഴിഞ്ഞൊല്ലൊന്നും നമുക്ക് പ്രാവിനെ പുറത്തുനിന്ന് വെക്കാനില്ല. ഇക്കൊല്ലാണ് പിന്നെ ഒരു ഗ്യാപ്പ് കിട്ടിയത്, അടി കുറഞ്ഞത്. മറ്റേ അടി കുറവില്ല, അടി തുടർച്ചയായിട്ടുള്ള അടി. ഇവിടെ തന്നെ ഇരിക്കുക, ഇവിടെ തന്നെ മക്കളെക്കുക. ഇപ്പൊ അതിന് കുറവുണ്ട്. നമ്മൾ കുറെ പ്രാവശ്യം പോയി വെക്കുകയാണ് അതിന്റെ ബാക്കില്. പക്ഷെ നമുക്കത് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നെ അത് അതിന്റെ ഏരമാർഗം അത് നോക്കണ്. നമ്മളെ പ്രാവിനെ വിട്ടു നോക്കണ്. ഭാഗ്യം നീ പറക്കും, ഇല്ലെങ്കിൽ അത് കൊണ്ടുപോകും. ഇത് നമ്മളെ വെള്ള ലൈനില് ഒരു ലൈന് നല്ല വെള്ളത്തെ കുറച്ച് പ്രാവ്. ഇതിന്റെ കണ്ണ് കാണും അറിയില്ല, നീല ചില കണ്ണാ. നല്ല വെളിച്ചുണ്ടെങ്കിൽ കറക്റ്റ് കിട്ടും. ഇതിപ്പോ ഇങ്ങനെ നമുക്ക് വല്ലാതെ കാഴ്ച കിട്ടൂല. ഈ പ്രാവിലും നമുക്ക് ഇരിക്കൂല. ഇരിക്കൂലെന്നല്ല കേട്ടോ, പറവ ജാസ്തിയുള്ള പ്രാവാണ്. ഇതൊക്കെ കുഞ്ഞന്മാരെ നമ്മള് കലക്കി ചേർക്കലാണ്, മിക്സ് ചെയ്ത് ജോഡിയിട്ടിട്ട്. ഒക്കെ വരുന്നതൊക്കെ വെള്ളലൈനും പ്രാവാണ് നമ്മളതിൻ്റെ ഒക്കെ മെയിൻ. അതിൽ പിന്നെയാണ്
മിക്സ് ചെയ്യുക, ജോഡിയിടുക, കുഞ്ഞെടുക്കുക, പറപ്പിക്കുക, ഇരുത്തുക. അല്ലാത്ത സമയത്ത് ഇത് ജോഡിയിടും. ഇപ്പം ഈ അൺസീസണിൽ ജോഡിയിടും. അതിൻ്റെ ആവശ്യമുള്ള പ്രാവിൽ കുഞ്ഞെടുക്കുക, വെട്ടിവെക്കുക, നമ്മളെ വർഗം നിലനിർത്തി പോവുക. വെള്ളയിൽ മിക്സ് ചെയ്ത് നമ്മൾ പ്രാവ് ഉണ്ടാക്കി വെക്കും. നമ്മൾ പറപ്പിക്കാൻ കൊടുക്കുമ്പോൾ നമ്മൾ മിക്സ് ചെയ്ത പ്രാവിനെ കൊടുക്കട്ടോ. കാരണം ആ പ്രാവ് ഇരിക്കണമെങ്കിൽ അങ്ങനെ വേണം. ഇപ്പം നമ്മളെ സൈറ്റിൻ്റെ മാതിരി ആവില്ല ബാക്കിയുള്ള സൈറ്റ്. ചിലപ്പോൾ നല്ല കളറുള്ള ടീമൊക്കെ ഉണ്ടാവും. ഇതിലത്തെ കുട്ടിയാണ് നേരത്തെ കാണിച്ചത് പ്രാക്കള്. ആ കാലിന് ക്രോസ് കയറിയ പ്രാക്കല്ലേ, അതിൻ്റെ കുട്ടിയാണ്. ആ സബ്ജപ്പുള്ളിക്ക് ഈ പ്രാവിനെ ജോഡിയിട്ടത്. ഇതിലും പറവ കൂടുതലാണ് വെള്ളയില്. ഇത് വെള്ളയിൽ നമ്മൾ ഏത് പ്രാവാണ് മിക്സ് ചെയ്തത്? ഇത് ഞാൻ വാൽക്കറുപ്പ് പ്രാവുണ്ട്, ഒരു ചെറുകും പാലും കറുപ്പൊക്കെ ആയിട്ടുള്ളൊരു സബ്ജപ്പുള്ളി കൂടെ ഇറങ്ങിയ പ്രാവാ. ആ പ്രാവിനെയാണ് പിന്നെ ഇതിൻ്റെ അമ്മക്കിട്ടിട്ട് പ്രാവ് ഇറക്കിയതാണ്. ഇതിലിപ്പോൾ 4 മെയിൻ പ്രാക്കളുണ്ട് ഇതേ ലൈനിൽ. ഈ അച്ഛൻ്റെ അമ്മയ്ക്ക്? ഈ അച്ഛൻ്റെ അമ്മക്ക്. വേറെ അച്ഛന് അതേമാതിരി മാറ്റിയിട്ടിട്ടുള്ള അച്ഛനമ്മക്ക് 4 പ്രാക്കള് വെള്ളയില്. പിന്നെ അതിൻ്റെ കുട്ടികളാണ് പിന്നെ ബാക്കിയുള്ളത്. അങ്ങനെ ഒരു വംശം. അങ്ങനെ ഒരു വംശം. ഇതൊരു കലർന്ന കണ്ണാണ്. ഇതും വെള്ളത്താണ് പ്രാവാണ്. പറഞ്ഞ കാര്യം ഇതിന്റെ കണ്ണിന് ഒരു പ്രത്യേക കളർ ഷെയ്ഡ്. ഒരു കറുപ്പ് തരിയും മഞ്ഞത്തരിയും വെള്ളത്തരി വരെ കയറിയതിന്. വെള്ളത്തരി ഉണ്ടല്ലേ? ആണോ? ഇവരൊക്കെ എങ്ങനെ നമുക്ക് പറവ? പറവ ഇതിന്റെ കുട്ടിയാണ് നേരത്തെ കാണിച്ചിരുന്നില്ല. 5 മണിക്കൂർ കയറ്റൊക്കെ പാറി അറിയില്ല. ഈ പ്രാവാണ് ആ സബ്ജപ്പുള്ളിന്റെ ജോഡി. ഈ പ്രാവിന്റെ ആ പ്രാവില് വരുന്ന കുട്ടികളാണ് നേരത്തെ കാണിച്ചത്. ആ കാലില് നഖത്തിന് ക്രോസ് ഒക്കെ വന്ന് അറിയില്ല. ആ പ്രാവ് ജോഡിയിലാണ് പറഞ്ഞത്. ഇതാണ് ഇപ്പൊ നമ്മളെ ബ്രീഡിംഗ് സെറ്റ്. നമ്മളെ മെയിൻ ഇതെല്ലാം നമ്മളെ ബ്രീഡിംഗ് സെറ്റുകളാണ് മൊത്തം. ഇതൊക്കെ നമ്മളെ ബ്രീഡിംഗ് സെറ്റാണ്. 36 എന്താ ജോഡി ഓൾറെഡി ഉണ്ട്. സെറ്റ് പ്രാക്കളുണ്ട്. ഇനി വേറെ സെറ്റ് ആക്കാനുള്ള വേറെ പ്രാക്കളുണ്ട്. ഓരോ പരീക്ഷ അതൊക്കെ പിന്നെ പരീക്ഷണങ്ങളാണ് കേട്ടോ. അതൊക്കെ പിന്നെ നമ്മളെ ജോഡിയിട്ട് നമ്മള് പറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലൈന് വകുപ്പ് പ്രാക്കളാണ്. വെള്ളമുണ്ട്, കത്തങ്ങണ്ട്, കലപ്പുള്ളി, പിന്നെ ഇതില് സുർമപ്പുള്ളി, സുർമമൈന, എല്ലാ ഐറ്റും അല്ല. ഇന്ന കളറിന്ന് നമ്മളിങ്ങനെ കളറിന് പ്രത്യേകിച്ച് ജോഡി ചേർക്കുമ്പോൾ ഇന്ന കളർ വേണം, അതിന് ഇന്ന കളർ ചേർക്കാവുന്നില്ല. നമ്മൾ എല്ലാ പ്രാവശ്യം ജോഡിയിടും. ഏത് കളറും നമുക്ക് ആകെ കിട്ടുന്ന റിസൾട്ട് ഒന്ന് പറക്കണം എന്നിരിക്കണം. ഈ 2 സംഗതിക്ക് എന്താണോ ചെയ്യാൻ പറ്റുക അതൊക്കെ നമ്മൾ ചെയ്യും. ആണ് ചെയ്യുക. ജോഡി വേറെ കണ്ണ് നോക്കാന്നല്ലാതെ കണ്ണ് മെയിനാണ് നമ്മളെ. അതിൽ നമ്മൾ നോക്കുന്ന സിസ്റ്റം പറയാം. ഡാർക്കും ലൈറ്റും ഞാൻ നോക്കൽ കേട്ടോ. ഇത് എല്ലാവരും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്റത് ഞാൻ അങ്ങനെ ജോഡി ചേർത്തിട്ട് അങ്ങനെ നോക്കിയിട്ട് ജോഡി ചേർക്കലുള്ളൂ. നമുക്കൊരു 2 ജോഡി ലൈറ്റും ഡാർക്കും ഒന്ന് കാണിച്ചു കൊടുക്കാം. ഇത് ഞാൻ ജോഡിയിട്ട് സിസ്റ്റമാണ്. ഇത് കാഴ്ചയിൽ 2 ലൈറ്റ് കണ്ണാണ്. ഒറ്റനോട്ടത്തിൽ 2 ലൈറ്റ് കണ്ണാണ്. ചെറിയ ഒരു പോയിന്റ് മാറ്റുള്ളൂ ഈ പ്രാവിന്റെ. 2 പ്രാവിന്റെ കണ്ണിലും 2ഉം കണ്ട മഞ്ഞക്കണ്ണ്. ഒന്ന് കൂടിയതാണ്, ഒന്ന് കുറഞ്ഞതാണ്. അത് ഒരു നോട്ടത്തില് അത്യാവശ്യം നമുക്ക് നോക്കിയാൽ മനസ്സിലാവില്ല. പക്ഷെ ഇതിൽ മാറ്റമുണ്ട്. ഈ പ്രാവിൽ നമുക്ക് പറയാണ്. ഇതിലാണ് ഇപ്പൊ ഞാൻ പറയല്ലേ കരിങ്കണ്ണ് ഇറങ്ങും. ഈ 2 മഞ്ഞക്കണ്ണില് കരിങ്കണ്ണന്മാരിറങ്ങും, മഞ്ഞക്കണ്ണിലിറങ്ങും. ഏത് കണ്ണിറങ്ങിയാലും കരിങ്കണ്ണാണ് ഒന്നുകൂടി പവർ കൂടുതൽ. പറവ കൂടുതൽ പറഞ്ഞാൽ ആ മിസ്റ്റേക്ക് വരിക. മിസ്റ്റേക്ക് പറഞ്ഞാൽ ഇരിക്കാത്തൊരു മടി. അതില് ചില കരിങ്കണ്ണ് ഇറങ്ങുമ്പോൾ കറക്റ്റ് ചവിട്ട്, മഞ്ഞക്കണ്ണ് ഇറങ്ങിയ കറക്റ്റ് ചവിട്ട്. ടൂർണമെന്റ് ടൈം ആകുമ്പോൾ ഇരുന്ന് വരും. അപ്പൊ കാണുമ്പോൾ 2ഉം മഞ്ഞക്കണ്ണാണ്. ഞാൻ പറഞ്ഞില്ലേ ഇതില് ലൈറ്റും ഡാർക്ക് ഞാൻ നോക്കലുള്ളൂ. ആ ലൈറ്റും ഡാർക്ക് ഇതിലുണ്ട്. അത് നമുക്ക് അറിയണവർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഡാർക്ക് അറിയാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു വിഷയമുണ്ട്. ഇതിലിപ്പോ ഏതാണ് ഡാർക്ക് ആയിട്ട് വരുന്നത്? ഈ കയ്യിൽ ആംബ്രാവിനാണ് ഡാർക്ക്. ഇത് ലൈറ്റ് ആണ്. നോക്കട്ടെ, ഇത് കുറച്ച് ഡാർക്ക് ആണല്ലേ? ഇത് ലൈറ്റിലേക്കാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് അറിയണവർക്ക് ഏതാ ഡാർക്കും ലൈറ്റും പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. കാരണം നോർമലി ഒരു ഡാർക്ക് കണ്ണല്ല ഇത് അല്ലേ? അടുത്തൊരു ജോഡി ഈ പ്രാവില് ലൈറ്റും ഡാർക്കാണ്. ഇതും ലൈറ്റും ഡാർക്ക് തന്നെയാണ് കണ്ടുവരുന്നത്. കാരണം മെയിൽപ്രാവിന് ലൈറ്റ് കണ്ണാണ് വരുന്നത്. ഫീമെയിലിന് കുറച്ച് ഡാർക്കാണ്. നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ ഒന്നാം വേറെ കുഴപ്പമുണ്ട്. ഈ പ്രാക്കൾ നമ്മൾ കൂട്ടിൽ പുറത്തേക്കാതെ കൂട്ടിടില്ലേ, ഈ പ്രാവിന്റെ കണ്ണ് ഓട്ടോമാറ്റിക് ആയിട്ട്
ചേഞ്ച് വരും. പക്ഷെ ആ കണ്ണ് അത് തന്നെയാണ് ഡാർക്ക് ഉള്ളത്. വെളിച്ചത്തിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ഡാർക്ക് നമുക്ക് ഡാർക്കായിട്ട് ഇത് അനുഭവപ്പെടൂല. അത് കൂട്ടിൽ ഇങ്ങനെ പുറത്ത് ഇറങ്ങാതെ നമ്മൾ കൂട്ടിൽ നിന്ന് പുറത്തിറക്കൂല. തീറ്റും വെള്ളം കയ്യിൽ വെച്ച് കൊടുക്കുക. പിന്നെ കൈ കൊണ്ട് വല്ലാതെ ടച്ച് ഒന്നും ഉണ്ടാവില്ല. തീറ്റും വെള്ളവും ഒക്കെ വെച്ചെടുക്കുക, വെള്ളം വെച്ചെടുക്കുകയാണ് എടുത്ത് പോരാന്നല്ലാതെ അല്ലാതെ കൈപ്പിടുത്തം കുറവാ. ഇതൊക്കെ നമ്മൾ ഈ ലൈറ്റ് ഡാർക്ക് മനസ്സിലാണ്. ഇനി ഞാൻ കാണിച്ചത് നല്ല ലൈറ്റും ഡാർക്ക് ഞാൻ കാണിച്ചത്. ഇതൊരു ജോഡി. ഇത് ഡാർക്ക്. ഇത് ഡാർക്കിലായിരുന്നു. കുറച്ച് ലൈറ്റ്. ഇത് നമ്മള് പാണ്ടലൈൻ പോട്ടെ. അങ്ങനെ ഒറിജിനൽ അങ്ങനെ ചേർത്തിയാണെന്ന്. ഈ പുള്ളിപ്പണ്ണ് പാണ്ടലൈൻ ടച്ചുള്ള സബ്ജിപ്പുള്ളിയും പാണ്ടല് വട്ടപ്രാവാണ്. നെയിലും പാണ്ടല് വട്ടപ്രാവാണ്. ഈ പാണ്ടലൈൻ എങ്ങനെ പറയാം നമുക്ക്? ഈ പ്രാവ് അവനല്ലേ നോക്കണം. ചെറുപ്പത്തിൽ നമ്മളെ 2 കല്ലി 3 കല്ലി ഒന്നാകുമ്പോ പ്രാവ് ഫോം ആവില്ല. വെള്ളലൈനൊക്കെ ഏത് 0 കല്ലിയിലാണെങ്കിൽ പ്രാവിനിട്ടാല് നല്ല പറ വരും. ആ ടൈമിൽ കയറും. അതിനെ തലച്ചെറുക്കൊന്നും മുട്ടൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടല്ലോ നമ്മള് മുട്ടി തൈയൊന്നും വേണ്ട. പറക്കാനുള്ള ഒരു മൈൻഡ് എന്നാ നീച്ചടിച്ച് ഒറ്റക്കന്നെ പറക്കും, ഒറ്റക്കന്നെ ചുറ്റി ഇരിക്കും. വെള്ളയിൽ അങ്ങനെ ഗുണമുണ്ട്. ഈ പ്രായം പിന്നെ നമ്മൾ വിട്ടോടത്തോളം മൂത്തിട്ട് ഫോമൊക്കെ എത്തിയിട്ടുള്ളൂ. ഒരു 5 കല്ല് ചുരുങ്ങിയത് കഴിക്കണം, അതിന്റെ സ്വഭാവം കാണിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ പ്രാവ് നമുക്ക് അടുത്ത കൊല്ലം വിടാം. അതിന്റെ അടുത്ത കൊല്ലം ബാക്കി ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത കൊല്ലം വിടാം. പറവക്ക് ഇവിടെ സംബന്ധിച്ച് പറഞ്ഞാട്ടോ, നമ്മളെ സൈറ്റിൽ ഉദ്ദേശം വെച്ച് പറഞ്ഞാണ്. കാരണം ഇവിടെ ഒരു കൊല്ലം വിട്ട പ്രാവിനെ ആ സീസണിൽ തന്നെ പൗതിച്ചു ആകുമ്പോഴത്തേനും തീരുമാനമായി പോകും. ഇപ്പൊ കുറച്ചായിട്ട് ഒരു 1-2 മാസമായിട്ട് നമുക്കൊരു ഗ്യാപ്പ് ഉണ്ട്. വിട്ട് നോക്കാനുള്ള ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് ഇപ്പൊ വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും വിട്ടൊക്കെ കഴിഞ്ഞു. ഇപ്പൊ വയലിലുള്ള ലാസ്റ്റ് 2 കുഞ്ഞന്മാരെയാണ് ഇപ്പൊ ഞാൻ പറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രാക്കളുണ്ട് കേട്ടോ, പക്ഷെ കുഞ്ഞന്മാരെ വലിച്ചൊപ്പിച്ച പ്രാക്കളില്ല. പിന്നെ ഇപ്പൊ അണ്ടാമ ഇറങ്ങിയ കുഞ്ഞന്മാരാണ്. അവന് ചാലാക്കി കൊണ്ടുവന്നില്ല, ലെവലാക്കി കൊണ്ടുവരണം. പിന്നെ ഇന്ത്യയിൽ അധികം കരിങ്കണ്ണന്മാരെ ഒരു ഭാഗത്തുണ്ടാവുക. കരിങ്കണ്ണില് വെള്ളക്കലങ്ക ഉണ്ട്. പിന്നെ കരിങ്കണ്ണ് ചോരക്കണ്ണ്. കരിങ്കണ്ണിൽ നോക്കിയാൽ കാണാം, ചോരക്ക് ചുവപ്പും കാണാം, മറ്റേ വെള്ളക്കലങ്കിയും കാണാം. വെളിച്ചത്ത് ഒക്കെ വെയിൽ കാണും. പിന്നെ ലെൻസൊക്കെ വെച്ച് നോക്കിയാണ്ടൊക്കെ ജോഡി സെറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അത് ആ ലെൻസ് വെച്ച് നോക്കുമ്പോ നമുക്ക് അറിയണം. ഈ ലെൻസ് വെച്ച് നോക്കുമ്പോ എന്താണ് അതിൻ്റെ ഉള്ളിൽ കാണുന്നത് എന്നുള്ളത് അതിനെ പറ്റി നമുക്ക് അറിവാണോ. പിന്നെ എന്റെ കൂട്ടിൽ പിന്നെ എനിക്കൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ പ്രാക്കളെ ഞാനൊരു 17 കൊല്ലമായിട്ട് ഞാൻ അറിയുന്ന പ്രാവാ. ഒരു ലൈനിൽ ആ വർഗം നമുക്ക് അറിയാം. അപ്പൊ എനിക്ക് ഇതിന് ജോഡി ഉണ്ടാക്കാൻ എനിക്ക് സിമ്പിൾ പരിപാടിയാണ്. കാരണം ഏതൊക്കെ പിടിച്ചിട്ടാലും എങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് എല്ലാ പ്രാവിന്റെയും സ്വഭാവം എനിക്ക് അറിയാം. പറവ കൂടുതലുള്ളതിനെ അറിയാം, പറവ കുറവുള്ളത് അറിയാം. അപ്പൊ എനിക്ക് ജോഡി ഉണ്ടാക്കാൻ വലിയ മെനക്കെടൊന്നുമില്ല. എന്നാലും ചിലപ്പോൾ മിസ്റ്റേക്ക് വരും. അത് ചിലപ്പോൾ പറഞ്ഞില്ലേ, ഈ ലെൻസ് വെച്ച് നോക്കാൻ കഴിയുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അറിവും വേണ്ടോ. ലെൻസ് വെച്ചാണ് വെറുതെ ഉള്ളിലേക്ക് നോക്കിയിട്ട് ആ ലെൻസ് വെച്ച് ആ സൂപ്പർ കണ്ണ അതല്ല. ചില ആൾക്കാർ കണ്ണ് നോക്കിയിട്ട് പല ലക്ഷണം പറയും. അഭിപ്രായങ്ങൾ കുറെ പറയാനുണ്ട്. പറവ ഉള്ളത് പറയാനുണ്ട്, പറവ കുറഞ്ഞ പറയാനുണ്ട്. അപ്പൊ ഇതൊന്നും ഇപ്പൊ എനിക്ക് നോക്കിയിട്ടുള്ള ഐഡിയ ഇല്ല. ഞാൻ ഒറ്റ നോട്ടത്തിൽ നോക്കിയിട്ടുള്ള ഐഡിയ ആണ് നമുക്ക്. അത് പിന്നെ എനിക്ക് എന്റെ പ്രായം അറിയുന്നോണ്ട് ഈ പ്രാക്കളെ കൂടുതൽ അറിയുന്നോണ്ടാണ്. ഏറ്റവും സുഖം എന്താ അറിയോ, നമ്മൾ ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഇന്ത്യന്നല്ല ഏതെങ്കിലും നല്ല കൂട്ടിൽ പോവുക, പരിചയം ഉണ്ടെങ്കിൽ പോവുക, ഓല കൂട്ടത്തെ മെയിൻ പ്രാവിനെ നോക്കുക, അതിൽ പറവ നോക്കുക. ആ പറവുള്ള പ്രാവിനൊക്കെ പ്രാവിനെ വാങ്ങി കൊണ്ടുവരാൻ പറ്റിയാൽ അത് കൊണ്ടുവരിക. വേറെ ഏതെങ്കിലും കൂട്ടിൽ പോവുക, പരിചയം കൊണ്ട് കിട്ടും. അല്ലാതെ പൈസ കുറെ കയ്യിൽ വെച്ച് വെച്ചിട്ട് പ്രാവിനെ കിട്ടിക്കോളന്നില്ല. ബന്ധം വേണം. നമ്മൾ ചെല്ലുന്ന ആളായിട്ട് കുറെ കാലത്ത് ബന്ധം ഉണ്ടെങ്കിൽ ഓല കൂട്ടത്തിൽ നല്ല നല്ല പ്രാക്കൾ പുറത്തേക്ക് ചാടുള്ളൂ. ചില ആൾക്കാർ കൊടുക്കൂല. അപ്പൊ എന്റെ കൂടെ ഇത്രയും പ്രാക്കളുണ്ട്, ഞാൻ സെയിൽ കുറവാണ്. ഞാൻ ഇതില് ഇത്രയും എന്നെയൊക്കെയാണെന്ന് അറിയാം, ഒരു 10-250 പ്രാവിന്റെ അടുത്ത് ചുരുങ്ങിയുണ്ടാവും. ഞാൻ സെയിലായിട്ട് മെനക്കെട്ടാണ് ഇതിന്റെ കുറെ പ്രാക്കളെ കച്ചവടമാക്കി പോയത്. പക്ഷെ ഞാൻ സെയിലിന് മെനക്കെടില്ല. ആരും വിളിച്ചാൽ ചോദിച്ചാൽ കൊടുക്കാന്നല്ലാതെ ഓല് പറയും. അപ്പൊ ഞാൻ എന്റെ വില പറയുമ്പോൾ ചിലക്ക് വില കൊണ്ട് പറ്റൂല. അപ്പൊ വില കിട്ടാതെ ഞാൻ കൊടുക്കലുമില്ല. 100 റുപ്യൊക്കെ പ്രാവിന് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതിന്റെ വെച്ചാണ് പിങ്കിന്റെ കൂടുതൽ പ്രാക്കളെ കുടിച്ചാൽ 100 റുപ്യക്ക് നിങ്ങൾ കൊണ്ടുപോയിക്കൂല, അവിടെ 100 റുപ്യക്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കൊണ്ടുപോയിക്കൂന്ന് പറഞ്ഞാൽ എനിക്ക് കൊടുക്കാൻ കഴിയില്ല. കാരണം ഞാൻ നോക്കണത് ഒരു സെയിലായിട്ടല്ല. ഇത് എനിക്കൊരു രസമാണ്. പിന്നെ നമ്മളെ പ്രായം നമുക്ക് ഞാൻ പറപ്പിക്കുമ്പോ പറക്കുന്നുണ്ട്, ടീമിൽ കൂടുമ്പോൾ പറക്കുന്നുണ്ട്. പിന്നെ ആരെയും വന്നോട് ചോദിക്കുമ്പോൾ ഞാൻ കുഞ്ഞെടുക്കുന്ന സമയത്ത് ആരെയും വന്ന് ചോദിച്ചാൽ കുഞ്ഞന്മാരെ കൊടുക്കുന്നുണ്ട്, അതുപോലെ പറക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് സർട്ടിഫിക്കറ്റ് അങ്ങനെ കിട്ടും. ഇപ്പം പറഞ്ഞല്ലേ. ഇപ്പോഴും വിളിച്ചോണ്ടൊക്കെ ആൾക്കാരുണ്ട് ഒരുപാട്.
അങ്ങനെ കൊടുത്ത ടീം കിട്ടും. അപ്പൊ ഇന്നലെയും വന്ന ഒരാള് അതൊക്കെ ഞാൻ കൊടുത്തിട്ട് ആ പ്രാക്കൾ എന്തോ തലവിരി എന്തോ വന്ന് കുറച്ച് പ്രാക്കൾ നഷ്ടപ്പെട്ടാണ് വന്ന ആള്. അവർക്ക് പറഞ്ഞിട്ടുണ്ട് ടീം കിട്ടും ചെയ്ത് പറഞ്ഞു ചെയ്തിന്. അതിൽപ്പെട്ട പ്രാക്കൾ ചത്ത്. അപ്പൊ എന്നോട് വന്ന് ചോദിച്ചത് വെള്ളലയിലാണ്. വെള്ളയിൽ തോനെ കൊടുക്കാനില്ല, ഉള്ളത് കുറച്ച് മൂപ്പർക്ക് കൊടുത്ത്. ഈ കൊല്ലത്തേക്കുള്ളതല്ല, അടുത്ത കൊല്ലം വിടാനുള്ളതാണ്. അപ്പൊ ഞാൻ കൊണ്ടുപോയി വെക്കട്ടെ എന്ന് പറഞ്ഞാണ് കൊണ്ടുവച്ചാണ്. പിന്നെ അതാണ് മൂപ്പര് വരാനുള്ള കാരണം. ഞാൻ അങ്ങനെ ബൾക്കായിട്ട് കുഞ്ഞനെ എടുത്തിച്ചാണ്ട് സെയിലേ പറഞ്ഞാണ്ട് നടക്കില്ല. എന്റെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ, അറിഞ്ഞു വരുന്ന ആൾക്കാർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. ആ കൊടുത്ത ആൾക്കാർ തുടർച്ചയായിട്ട് എന്നെ വരലുണ്ട്. കാരണം ചമ്മാട് ഭാഗത്ത് നമ്മളെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാ വർഷവും ഒരു 10-12 കുഞ്ഞന്മാരെ എല്ലാ വർഷവും ഓര് കൊണ്ടുപോകും. ഞാൻ വിളിക്കൊന്നും വേണ്ട, ഒരു സീസൺ ആകുമ്പോൾ വരിക, ഒരു ചോദിക്കുക, എടുക്കുക, കൊടുക്കുക, പോവുക. അതെല്ലാ കൊല്ലം ഞാൻ കൊടുത്ത കൊല്ലം മുതൽ ഈ കഴിഞ്ഞ കൊല്ലം വരെ ഞാൻ കൊടുത്തതിലേക്ക് 13ന്റെ മാപ്പിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. പ്രൈസിന്റെ നമ്മൾ രണ്ടാമത്താ. വിട്ടോ പറക്കുണ്ടോ സർട്ടിഫിക്കറ്റ് കിട്ടിയോ അതായത് ഈ ബാക്കി ഉണ്ടാവുള്ളൂ. സർട്ടിഫിക്കറ്റ് നമ്മളെ കയ്യിൽ ഒന്നും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളെ സിസ്റ്റങ്ങള്. ഈ സിസ്റ്റങ്ങൾ അറിയാൻ കിട്ടോ, എല്ലാവർക്കും ഈ സിസ്റ്റം ഉൾക്കൊള്ളാൻ കഴിഞ്ഞൊന്നും വരില്ല. ഇതില് പല ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ, പ്രാവിൽ നോക്കുകയാണെങ്കിൽ എന്താ പറയാ, ഒരുപാട് നോക്കാൻ ആൾക്കാരുണ്ട്. പ്രാവിന്റെ നിപ്പ് വരെ നോക്കിയാണ്ട് വാല് വെക്കണതും വാല് കുത്തനെ നിൽക്കുന്നതും പ്രാവിന്റെ ബോഡി ഇങ്ങനെ എണീറ്റ് നിൽക്കുന്നതും അങ്ങനെ കുറെ നോക്കുന്നുണ്ട്. സ്റ്റാൻഡിങ് ഞാന് നോക്കേണ്ട വെച്ചാൽ നോക്കേണ്ട പ്രാവിന്റെ ഒരു കോലം നോക്കും. പിന്നെ പ്രാവ് കോലില്ലാത്ത പ്രാവ് പറക്കില്ലാന്ന് പറയാൻ പറ്റൂല. ഇന്ത്യൻ്റെ സുറുമപ്പുള്ളി ചെറുപ്പത്തിലെ പ്രാവ് ഫോമാവില്ല. പക്ഷെ ആ പ്രാവിന് 3 കൊല്ലം തുടച്ച വിട്ടണതാ. ഈ പ്രാവും കൂട്ടി 3 കൊല്ലം തുടർച്ചയായിട്ട് പറഞ്ഞ പ്രാവാണ്, പെടപ്രാവാ. തുടർച്ചയായിട്ട് പ്രാവിനെ പറപ്പിച്ചിന്. പെടപ്രാക്കള് സാധാരണ ഒരു വിധം ഒക്കെ മസ്താവും. പക്ഷെ ഈ പ്രാവ് എന്താ അറിയില്ല, എന്റെ കയ്യിൽ മസ്തായിട്ടില്ല. ഞാൻ 3 കൊല്ലം കഴിഞ്ഞ വർഷം വരെ ഞാൻ പറപ്പിച്ചതാണ്. ഒരു ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ഇക്കൊല്ലം ഞാൻ ജോഡിയിട്ട് ഒരു കുഞ്ഞെടുത്ത് കുഞ്ഞനെ ഒട്ടി വെക്കുക. ഇതിന്റെ ഫോം അതിനുണ്ടോ അറിയണം. അതിന്റെ അച്ഛനാണ് ആ പ്രാവ്. അല്ലല്ല, സുറുമപ്പുള്ളി. ഇതിന്റെ അമ്മ ഒരു സബ്ജപ്പുള്ളിയാണ്. ഈ പ്രാവിന്റെ അമ്മ സബ്ജപ്പുള്ളി. ഇതിലിപ്പോ ഞാന് ഒരു കുട്ടി നമ്മളെ കയ്യിലുണ്ട്, ഒരു സുഹമേന. അപ്പൊ അത് പിടിയുമെന്ന് ചോദിച്ചപ്പോ, ഞാൻ കൊടുക്കുമെന്ന് ചോദിച്ചപ്പോ ഞാൻ അയാൾക്ക് ഫോട്ടോ കൊടുത്തുന്നു. അപ്പൊ അയാൾ ഒറ്റടിക്ക് പറഞ്ഞൊരു മറുപടി, ആ പ്രാവ് ശരിയാന്ന് പറഞ്ഞത്. ഫോട്ടോ കണ്ടിട്ട് എന്താണ് അയാൾ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ അയാൾ കുറച്ച് ചോദ്യം ചോദിച്ചു. അതിന് ഇന്ന് വരെ മറുപടിയും കിട്ടിയില്ല. പ്രാവ് ഞാൻ കൊടുത്തിട്ടില്ല, എന്റെ കയ്യിലുണ്ട്. ഫോട്ടോ കണ്ട് ഒറ്റടിക്ക് ആ പ്രാവ് കൊള്ളൂലെന്ന്. എന്താണ് ഈ കൊള്ളാത്ത കാരണം എന്നുള്ളത് ആള് പറഞ്ഞല്ലേ നമുക്ക് തീരുമാനമാക്കാൻ കഴിയുള്ളൂ. എന്റെ പ്രാവിനെ ഇപ്പൊ നിങ്ങളെ കയ്യിലുള്ള ഒരു പ്രാവിനെ ഞാൻ കണ്ടിട്ട് ഞാനൊരു ഫോട്ടോ കണ്ടാണ്ട് ഒറ്റടിക്ക് ആ പ്രാവ് മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ മോശം കൂടി പറയണ്ടേ. എന്താ മോശം കണ്ടെന്നുള്ളത് നമ്മോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്താണ് മോശം. ആ പ്രാവിന്റെ അല്ല ആ പ്രാവിന്റെ നിപ്പാണോ അല്ല ആ പ്രാവിന്റെ കളറാണോ എന്താന്ന് എനിക്ക് എന്നും ഇന്നലെയും കൂടി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചു, നിങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട്. ഇന്നുവരെ എനിക്ക് മറുപടി കിട്ടിയില്ല. മെസ്സേജ് നോക്കുന്നുണ്ട്, മറുപടി ഇല്ല, തിരിച്ചൊന്നും പറയില്ല. ഇതിന്റെ റിസൾട്ട് പറയേണ്ട ആള് വിട്ട ആളെ റിസൾട്ട് അല്ലേ ഏറ്റവും വലുത്. അതിന്റെ റിസൾട്ട് ഞാനാണ് ഉണ്ടാക്കി അതിന്റെ അഭിപ്രായം എനിക്കാ കിട്ടുക. ഓലങ്കാട്ടി കൂടുതൽ, മറ്റുള്ളവരെക്കാട്ടി കൂടുതൽ അഭിപ്രായം പറയേണ്ട ആള് ഞാനാണ്. കാരണം ആ പ്രാവിൽ എന്തൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഒറ്റടിക്ക് നമുക്ക് പറയാൻ പറ്റും. ഇതിപ്പോ അതിന്റെ കുട്ടിയാണ്. ഈ പ്രാവാണ് എന്നോട് ഈ പ്രാവിനെ കണ്ട ഒരാൾ പറഞ്ഞു ഈ പ്രാവ് മോശം എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഇതിലാരെയും കാണുന്നുണ്ടെങ്കിൽ ഇതിന്റെ മോശം എന്താണെന്നൊന്ന് പറഞ്ഞുതരാം അഭിപ്രായം. കാരണം അഭിപ്രായങ്ങൾ ആർക്കും പറയല്ലോ, പക്ഷെ അഭിപ്രായം പറയുമ്പോ അത് ഫുൾ ആക്കണ്ടേ. കംപ്ലീറ്റ് പറഞ്ഞാലല്ലേ ആ പറഞ്ഞ എന്തുകൊണ്ടാണ്. അപ്പൊ നമ്മളെ അടുത്ത് തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരുത്തണം. അപ്പൊ എന്താ മിസ്റ്റേക്ക് എന്നുള്ളത് ശരിക്കും പ്രാവിന്റെ കണ്ണൊക്കെ ഒന്ന് എടുത്താളാ. ചെറുകുന്ന് ഇങ്ങനെ കണ്ടിട്ട് ഒരു മോശം ഇങ്ങനെയും കണ്ടില്ല. ഒരു കൂട്ടുന്നൊരു ഫോട്ടോ, അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഫോട്ടോ ആണ് ഞാൻ എടുത്തത്. ചോദിച്ചോണ്ട് നമ്മളൊരാൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് വിട്ടുകൊടുക്കണല്ലോ. ഞാൻ വിട്ടുകൊടുത്ത്. അപ്പൊ അയാളെടുത്ത് ഒറ്റടിക്കുള്ള മറുപടി വന്നത് അത് കൊള്ളൂലായിരുന്നു. അപ്പൊ ഓക്കെ, ഞാൻ കൊള്ളൂലെങ്കിൽ കൊള്ളണ്ട. അപ്പൊ എന്താണ് അതിന്റെ കാരണം ചോദിച്ചു. അപ്പൊ ഇന്ന് വരെ ആ കാരണം എനിക്ക് പറഞ്ഞില്ല. അപ്പൊ ഇനി ഇതിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അറിയാൻ പറ്റുമല്ലോ.
എക്സ്പീരിയൻസ് നമ്മളെക്കാട്ടി കൂടുതൽ പ്രാവില് എല്ലാ മേഖലകളും നമ്മൾ പറയാം. ഞാൻ എന്റെ കാര്യങ്ങളാണ് പറഞ്ഞു. നമുക്ക് വല്ലാതെ ഇതിമേല് വലിയ അറിവൊന്നും നമ്മൾ ഇതിമ വെച്ച് പുലർത്തല്ല നമുക്കറിയാം. ഇപ്പൊ ഞാൻ ഈ കൂട്ടിൽ ഇത്രയും പ്രാക്കം നിർത്താനുള്ള കാരണം ഈ പ്രാവിന്റെ റിസൾട്ട് കണ്ട് നിർത്തുന്ന ആളാണ്. ഇത് പ്രാവിന്റെ റിസൾട്ട് കണ്ടിട്ടാണ് ഞാൻ നിർത്തിയത്, അല്ലാതെ പ്രാവിന്റെ ബാക്കി എല്ലാ മേഖലയും നോക്കിയിട്ട് നിർത്തിയെന്നല്ല. ഇന്ന പ്രാവ് വെള്ളയാണ് അത് നല്ലതാണ് അതല്ല. പ്രാവില് നമ്മൾ പറപ്പിച്ചിട്ട് നമുക്ക് ആകെ കിട്ടണമെന്ന് പറക്കണമെന്ന് ഇരിക്കണം. അത് രണ്ട് സംഗതി ഉണ്ടോ അതന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത് പ്രാവ്. അത് ബാക്കിയൊക്കെ പിന്നെ ഓരോരുത്തരെ കാഴ്ചപ്പാട്, പല കാഴ്ചപ്പാടും വെച്ച് പ്രാവിനെ പറയാം. ഒരു ചില ആൾക്കാർ പ്രാവിന്റെ കളറ് ഈക്വലാക്കി ജോഡിയിട്ടുള്ളൂ. സുർമക്ക് സുർമ, സബ്ജക്ക് സബ്ജ, വെള്ളക്ക് വെള്ള, കളർ മാത്രം നിർബന്ധമായിട്ട് നോക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ എന്റെ കൂട്ടിൽ ആ സംഗതി നോക്കലേ ഇല്ല. ഞാൻ വർഗം നിലനിർത്താൻ വേണ്ടി മാത്രം ഒരേ ലൈനിലുള്ള പ്രാവിനെ പിടിച്ച് ജോഡിയിടും. അതിൽ കൂട്ടറെ കട്ട് ചെയ്തത് ആ കൂട്ടിൽ കൂടുതലും അങ്ങനെ കട്ട് വെച്ച പ്രാക്കളാണ്. നമുക്ക് അടുത്ത ഇതിൽ ജോഡിയിടാനും അല്ലെങ്കിൽ ഇന്റെ ഇതിൽ നിന്ന് ആ തലവിരി വന്ന സമയത്ത് നഷ്ടപ്പെട്ട കുറച്ച് പിടപ്രാക്കളുണ്ട്. അത് ആ വർഗം നിലനിർത്താൻ വേണ്ടിയിട്ട് അങ്ങനെ തമ്മിൽ ജോഡിയിട്ടതുണ്ട്. അതിലിപ്പോ ഒരു പാങ്കുട്ടീനെപ്പോ ഞാൻ ഇതങ്ങനെ ഇപ്പോൾ പ്രാവിനെ ഞാൻ 2 വെള്ളപ്രാക്കളെ ജോഡിയിട്ടിട്ട് ഇപ്പൊ കണ്ട 2 വെള്ളം ഇട്ടിട്ട് ജോഡിയിട്ട് ഇറക്കിയിട്ട് കുട്ടികൾ ഇറങ്ങിയത് കളറിലാണ്. 2 പ്യൂർ വൈറ്റാ. പക്ഷെ ഇത് ഇറങ്ങണം, ഈ ഇറങ്ങാനുള്ള ഉദ്ദേശം വെച്ചിട്ടാണ് ഇപ്പൊ ഞാൻ 4 ചിറ്റ് കുഞ്ഞെടുത്തുന്നത്. ഈ ഒരു കളറ് എപ്പോഴെങ്കിലും ഇറങ്ങും എന്നുള്ള ഉറപ്പാണ്. കാരണം ആ 2 ലൈനിലും ഈ പ്രാവിന്റെ ലൈൻ ഉണ്ട്. അപ്പൊ അത് ഇറങ്ങും എന്നുള്ള പ്രതീക്ഷ വെച്ചിട്ടാണ്. ആ പ്രതീക്ഷ എനിക്ക് തെറ്റിയില്ല, കറക്റ്റ് പ്രാവിട്ടാണ്. അതിന്റെ ജോഡി ഈ ആമ്പ്രാവുമാണ് ഇടാനുള്ളത്. ഈ പ്രാവിന് മൂപ്പ് ആയി കഴിഞ്ഞാൽ ഈ ആമ്പ്രാവിനാണ് ജോഡി ചേർക്കാനുള്ളത്. പഴയ ജോഡി ഇതാണ്. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ട് ഞാൻ ഈ പ്രാവിന്റെ ഒരു കുട്ടിനെയും ആ പ്രാവിന്റെ ഒരു കുട്ടിനെയും കൂടി തമ്മിൽ ജോഡിയിട്ടാണ്. ആ സബ്ജക്ട് പൂല ആമ്പ്രാവില്ലേ, അതിന്റെ അമ്മയും ഈ പ്രാവിന്റെ അമ്മൊക്കെ സെയിമാ, വർഗത്തുള്ളതാണ്. അപ്പൊ ഞാൻ അത് ഇറങ്ങും എന്നുള്ളൊരു പ്രതീക്ഷ അങ്ങനെ അറിയണോണ്ടാണ് ഇട്ടിട്ടോ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇപ്പോൾ ഒരു പ്രാവ് ഉണ്ടാണ്ട് അതിൽ മറ്റേ പ്രാവ് ഇറങ്ങും എന്ന് പറഞ്ഞാൽ ജോഡിയാൻ പറ്റില്ല. ഈ പ്രാവിനൊക്കെ ഞാൻ അറിയണോണ്ട് അങ്ങനെ ഇറങ്ങും എന്നുള്ള പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ഞാൻ പ്രാവ് ഇട്ട്. ഇനിയിപ്പോ ഈ ആണിന് ഇടാനുള്ള ജോഡി ഈ പെട്ടയുടെ അച്ഛനമ്മ ഏതാണ്? ഈ പെട്ടന്റെ അച്ഛനമ്മയാണ് കാണിച്ചത്. ഇതാണ് ആ കുട്ടീന്റെ അച്ഛനമ്മ. ഇങ്ങനെ ജോഡിയിട്ടിട്ടാണ് 2 വെള്ളത്തിട്ടാണ് ആ പുള്ളിക്കുട്ടി ഇറങ്ങിയത്. ഈ പ്രാവിന്റെ ടീം പറവേക്ക് ഓവർ മാറിയ പ്രാവാണിത്. ടൂർണമെന്റ് ഓവർ മാറിയാണ്. ഇതിന്റെ അച്ഛനാണ് ആ നേരത്തെ കാണിച്ചില്ല. ആ അച്ഛനക്കാണ് ഞാൻ ആ പൊമ്പ്രാ അമ്മയുടെ മകളെ ഈ മോളെ കുട്ടീനെയാണ് ഞാൻ അച്ഛനിടാൻ പോണത്. ഇത് ഇതിന്റെ പേര് 2 വർഷമായിട്ട് തുടർച്ചയായിട്ട് പാലതാണ്. അതിന് അച്ഛനാണ് ആ മഞ്ഞക്കണ്ണം വെള്ളക്കാണ് ഈ പ്രാവ് കരിങ്കണ്ണ് ഇറങ്ങിയത്. ഇത് 2 കരിങ്കണ്ണാണ്. ഇത് പറപ്പിക്കാൻ വേണ്ടി എടുത്തല്ല, ഇത് കട്ട് ചെയ്യാൻ വേണ്ടി എടുത്തന്നെ. ഇതിൽ 3 കുഞ്ഞന്മാരും കൂടി വേറെ ഉണ്ട്. വെട്ടിവെക്കാൻ ഇനി അതിൽ ഇറങ്ങി 2 കുട്ടികളെ കളറെ കാണിച്ചത്. അതും 2 വേറെ വെറൈറ്റി കളറാ. പക്ഷെ ഇതിന്റെയൊക്കെ കളറ് വെള്ളം നോക്കുമ്പോ അതിൽ ഇറങ്ങേണ്ടത് വെള്ളപ്രാക്കളല്ലേ. ആ ജോഡിത്തൊരു കുട്ടിയാണ് ഇത്. അതേ ജോഡിയിൽ ആ സെയിം ജോഡി ഇപ്പൊ കാണിച്ച 2 വെള്ള ജോഡിന്റെ കുട്ടിയാണിത്. 2 കരികണ്ണന്മാർ 8 കുഞ്ഞന്മാരിൽ ഇറങ്ങിയത്. 3 പ്രാക്കളും മഞ്ഞക്കണ്ണന്മാരാണ്. ഒറ്റ കുട്ടി മാത്രം കരികണ്ണ ഇറങ്ങി അച്ഛനമ്മേലേക്ക്. ബാക്കിയൊക്കെ ഇറങ്ങിയത് കളർക്ക്. ഇതൊക്കെ നമ്മൾ വെട്ടി വെച്ച് വെക്കണ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത നമുക്ക് നഷ്ടപ്പെട്ട കുറച്ച് പ്രാക്കളുണ്ടാവും. അപ്പൊ അതൊക്കെ നമുക്ക് അറിയണോണ്ട് നമ്മളങ്ങനെ കട്ട് ചെയ്ത് വെച്ചാണ് ഇനി വരും എന്നെങ്കിലും വരും എന്നുള്ളൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ട് ജോഡിട്ടാണ് വന്നുണ്ട്. അപ്പൊ അങ്ങനെ അങ്ങനത്തെ ജോഡി കഴിഞ്ഞ് വരിക. പറപ്പിക്കുന്ന പ്രാവൾക്കും കുട്ടി എടുക്കുന്ന പ്രാവൾക്കൊക്കെ പ്രത്യേക തീറ്റ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നമ്മളെങ്ങനെയാണ് കൈകാര്യം ചെയ്യല്? തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മളത് അച്ചിപ്രാക്കൾക്ക് ഗോതമ്പും ഫിനിഷറും ഗോതമ്പാണ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഗോതമ്പ് കൂടുതലും ഫിനിഷർ കുറവും. അത് കുഞ്ഞെടുത്ത് കുഞ്ഞന്മാര് പറക്കാനാകണ വരെ ആ തീറ്റ തന്നെയാണ് ഫിനിഷർ. പിന്നെ കുഞ്ഞന്മാർക്കും അച്ചിപ്രാക്കൊക്കെ ആ തീറ്റ തന്നെ. നമ്മൾ അച്ചിക്കൂട്ടക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 മണിക്കൂർ വരെ ഞാൻ ഗോതമ്പ് കൊടുക്കല്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ രാഗി മിക്സ്ഡ് പച്ചച്ചോളം ഈ 2 സാധനം മാത്രം ഇതിലേക്ക് മാറ്റും. അപ്പൊ പിന്നെ ഫിനിഷർ ഇല്ല. പിന്നെ ജോഡി അച്ചിപ്രാവിൽ നിന്ന് മാറ്റിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗോതമ്പ് മാറ്റും. പിന്നെ ഗോതമ്പിന്ന് പിന്നെ കുറച്ച് ഇത് കൊടുത്തിട്ട്
പിന്നെ ഇതിക്ക് മാത്രമാക്കി മാറ്റും. മുന്നേ തീറ്റ മാറ്റും. 2-3 മണിക്കൂറൊക്കെ ഞാൻ ആ ഗോതമ്പ് തന്നെ വർപ്പിക്കാം. കാരണം ഈ പ്രാക്കളെ ഈ ഫിനിഷറും ഗോതമ്പും കൊടുത്ത് ഇങ്ങോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ പ്രാക്കളെ ബോഡി ലേശം നോടി. അപ്പൊ ആ ഉടച്ചില് നികത്താൻ വേണ്ടിയിട്ടാണ് പിന്നെ ഗോതമ്പ് മാത്രം കൊടുക്കും. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മുത്താറിയും പച്ചച്ചോളം ഇത് അങ്ങനെ നമ്മള് കഴുകിതാ വെള്ളത്തിലെക്കും. കഴുകിട്ട് രാവിലെ ഇട്ട് വെച്ചാല് വൈകിട്ട് കഴുകി കൊടുക്കുക. ഒന്ന് വൃത്തിയാക്കിട്ട് ഊതി കൊടുക്കുക. അല്ലെങ്കിൽ ഊത്തൊന്നുമില്ല. ഞാൻ കൈത്തീറ്റ എന്റെ ചുരുക്കാം. പറക്കുന്ന ഭാഗമൊക്കെ ഇനി കൊടുക്കല് അത്യാവശ്യം ടൈം കയറി കഴിഞ്ഞാൽ കടല വെള്ളത്തിട്ട് വെച്ചാല് മണിക്കടലായാലും നിലക്കടലായാലും ഈ 2 ഐറ്റം കടലയെല്ലാം കൊടുക്കല്. കൂടുതലും കൊടുക്കല് നമ്മളെ വറുത്തുന്ന കടലല്ലേ, നിലക്കടല. അതാ ഞാൻ കൊടുക്കുക. നമ്മൾ ഓരോരുത്തർക്ക് താല്പര്യം കേട്ടോ. ഞാൻ അങ്ങനെ കൊടുത്തിട്ട് ഞാൻ പറപ്പിക്കലും പറപ്പിച്ചൊക്കെ. പിന്നെ പറപ്പിക്കുന്ന പ്രാക്കളും പറപ്പിക്കാനുള്ള പ്രാക്കളും ഒക്കെ എന്റേത് സിംഗിൾ കൂട്ടരല്ല, കോളനി ആയിട്ടല്ലേ. ഈ എല്ലാ പ്രാവിന്റെ കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ പ്രാവിനെടുത്ത്. എല്ലാ പ്രാവിനും ഈ ഒരു കൂട്ട് തന്നെ ഇടും. എല്ലാ പ്രാക്കളും ഉണ്ടാവും. പറപ്പിക്കുന്ന പ്രാവുണ്ടാവും, വെട്ടിട്ട പ്രാക്കളുണ്ടാവും, പുതിയ കുഞ്ഞന്മാരുണ്ടാവും. അതിന് എടുക്കുക പറപ്പിക്കാന്നല്ലാതെ സെപ്പറേറ്റ് സിംഗിൾ കൂട്ടില് ഞാൻ ആക്കിയില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ പറപ്പിച്ച് കൊണ്ടുവരുന്നോണ്ട് ഫുൾ ടൈം ആ കൂട്ടിൽ തന്നെ ആക്കി കൊണ്ടുവരുന്നോണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് മാറ്റില്ല. പെട്ടെന്ന് മാറ്റി കഴിഞ്ഞാൽ എന്താ പറയുക, പ്രാക്കളെ മൈൻഡ് മാറും. അതുപോലെ സ്ഥിരമായിട്ട് നിന്നൊരു കൂട്ടുന്ന ഒറ്റടിക്ക് പറപ്പിച്ചുകൊണ്ട് നിൽക്കുമ്പോ നമ്മൾ നല്ല സമയത്തൊക്കെ കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇനി കൂട് മാറ്റാന്ന് വിചാരിച്ചാൽ അത് പറ്റൂല. അതുപോലെ മൈൻഡ് മാറും. പിന്നെ ഇങ്ങനെ അഭിപ്രായങ്ങൾ കിട്ടോ. ശരിക്കും ഒറ്റക്കൂട്ടിലിട്ട് വെച്ചാൽ ഒന്നും കൂടി പറവയ്ക്ക് ഫോം ഉണ്ടാവും, പറവയിൽ നല്ല എനർജി ഉണ്ടാവും എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്തു നോക്കിയില്ല. കൂടെ ഉണ്ട്, പക്ഷെ കൂട്ടിലൊക്കെ നമ്മളെ ആമ്പ്രാക്കളെ വെട്ടി കയറ്റിയാണ്. ഇത് ജോലി ഇടാൻ മാത്രം. ശരിക്ക് ചെയ്യട്ടോ. ഞാൻ പറഞ്ഞല്ലേ, സിംഗിൾ കൂട്ടിലാക്കി വെക്കണത് ഒന്നുകൂടി വൃത്തിയാണ് പ്രാക്കള്. വേറെ ഇതൊന്നാവില്ല. ഊതി കൊടുക്കുമ്പോൾ പിന്നെ ഊതി കൊടുക്കാൻ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഒറ്റടിക്ക് തീറ്റ ഇനി കൊത്തി തിന്നോന്ന് പറഞ്ഞാണ്ട് മാറ്റാൻ പറ്റൂല. കൊത്തി തിന്നോണ്ടിരിക്കണ പ്രാവിനെ ഒറ്റടിക്ക് പിടിച്ചാണ്ട് ഇനി നാളെ മുതൽ ഈ കൊത്തി തിന്നാണ്ട് ഞാൻ ഊതി തരാന്ന് പറഞ്ഞാല് അതോടുകൂടി അതിന്റെ കുറെ സംഗതികൾ തെറ്റും. ധ്യാനം കിട്ടാത്ത വിഷയം വരും. കാരണം ഒരു കൊത്തി തിന്നണ മാതിരിയല്ലേ നമ്മൾ ഊതുമ്പോ. ഫുഡ് ഏറെ കയറും, വെള്ളം ഏറെ കയറും. അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ്. പിന്നെ ബോഡി വെയിറ്റില് നല്ല വ്യത്യാസം വരും. അപ്പൊ നമ്മള് എങ്ങനെയാണ് ശീലിപ്പാക്കി പോരുന്നത്, എങ്ങനെ വിടുന്ന പ്രാക്കളെ ഈ അപായക്കൂട്ടുന്നാണ് എടുത്തു വിടണമെന്നുണ്ടെങ്കിൽ അതെന്നെ കൊണ്ടുപോവുക. അതല്ല സിംഗിൾ കൂട്ടിലാക്കി വളർത്തുന്ന ആൾക്കാർ സിംഗിൾ കൂട്ട് തന്നെ എടുത്തുക, അതിന് നിർത്തി കൊടുക്കുക. പിന്നെ ചില ആൾക്കാർ ഈ പ്രാക്കളെ ഊത്തേ ഉണ്ടാവുള്ളൂ. ഇത് കൈത്തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഞാൻ കൈത്തീറ്റ വല്ലാതെ താല്പര്യപ്പെടാത്ത ആളാ. കാരണം നമുക്ക് പല വൈക്കും പോകാനുണ്ടെങ്കിൽ ഈ പ്രാക്കൾ പട്ടിണിയായി പോകും. അത് ഊത്തന്നെ നമ്മളെന്നെ ഊതേണ്ടി വരും, നമ്മളെ സമയത്ത് എത്തേണ്ടി വരും. അപ്പൊ അതൊക്കെ അതുമാണ് നോക്കുക. വെറും പ്രാവായിട്ട് നിന്ന് കഴിഞ്ഞാല് നമ്മളെ ബാക്കിയുള്ള പരിപാടികൾ തെറ്റും. അപ്പൊ കൂടുതലും കൊത്തി തീറ്റിക്കുക. ശരിക്കും ആ പ്രാവിന് ആവശ്യമുള്ളത് തിന്നും. മറ്റേ ഊത്ത് എന്ന് പറഞ്ഞ പ്രാവിന് നമ്മൾ ആവശ്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഊതി കൊടുക്കും. ഇതാകുമ്പോ അതാ ഇത് ആ പ്രാവിന് ആവശ്യം ഉണ്ടെങ്കിൽ അത് തിന്നുള്ളൂ. ഈ പ്രാക്കൾ പറഞ്ഞാൽ ഇന്ന് നല്ല തിന്ന നാളെ തിന്നൂല, നേരെ പകുതിയാക്കി ചുരുക്കിക്കാളും. ആ ചുരുക്കോടക്കാണ് നമ്മൾ പിന്നെയും തള്ളുന്നത്. ചിലപ്പോ ആ പ്രാക്കൾക്ക് ദഹിക്കാതെ വെള്ളം കൂടുതൽ പോരും, തീറ്റ ദഹിക്കാതെ പോരും. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ടേ അവർക്ക് മാറ്റിനി. എനിക്ക് ആ മാറ്റൽ വിജയിച്ചില്ല. അവളോടുകൂടി ഞാൻ അവരുടെ നിർത്തി. അത് വിജയിക്കുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. ഊതി പോകുന്ന ആൾക്കാർ, സ്ഥിരമായിട്ട് ഊത്തുള്ള ആൾക്കാർ വിജയിച്ചു പോരും. ഞാൻ സ്ഥിരം ഊതയില്ല. ഞാൻ ചെറുപ്പത്തിൽ തന്നെ കൈത്തീറ്റ കൊടുക്കല് ചുരുക്കാം. പ്രാക്കൾ തന്നെ കൂട്ടുന്ന അച്ചിപ്രാക്കൾ നോക്കിയിട്ട് ഏകദേശം ആവുമ്പോഴേ എങ്ങോട്ട് മാറ്റുള്ളൂ. ഫിനിഷർ കൊടുക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അച്ചിപ്രാക്കൾ വല്ല സൈഡ് ആവുന്നില്ല. ഇപ്പൊ അച്ചിപ്രാക്കൾ പിടിച്ചു നോക്കണ്ടേ, ഇപ്പോൾ നല്ല ഫിറ്റ് ഉണ്ടാവും. വെള്ളം ഞാൻ വെള്ളം വെച്ചെടുക്കൂല, ഞാൻ വെള്ളം കാണിച്ചു കൊടുക്കല. 3 വട്ടം കൂട്ടി വെള്ളം കാണിച്ചു കൊടുക്കും. ചില പ്രാക്കൾ വെള്ളം വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം കുടിക്കുക, അത് അതേമാതിരി ദൂരവാക്കും. ഒഴിവാക്കി കഴിഞ്ഞാല് കുഞ്ഞന്മാര് ചിലപ്പോ ചളിവിളി കിടക്കും. ഓവർ ലൂസായിട്ട് വെള്ളം മാത്രം വരും. ഈ കുട്ടികൾ ഇപ്പൊ ആവശ്യമില്ലാത്ത വെള്ളമാണ്. ഈ അച്ചിപ്രാക്കൾ വെള്ളം തോനെ കുടിക്കുക, അത് നേരെ കുഞ്ഞന്മാർക്ക് അടിച്ചു കൊടുക്കും. കുഞ്ഞന്മാരെ മേടെ കിടന്നിട്ട് അതങ്ങനെ ഒലിവാക്കും. അപ്പൊ അത് കൂട് വൃത്തികേടാവും, സ്മെല്ല് വരും. ഇവിടെ ഇപ്പൊ എത്ര പ്രാക്കളില്ലേ, ഇവിടെ എന്തെങ്കിലും സ്മെല്ലുണ്ട് ഞങ്ങൾക്ക്. അപ്പുറത്ത് കോഴിക്കളുണ്ട്. ആ കോഴിക്കൊക്കെ എന്തെങ്കിലും സ്മെല്ലുണ്ട് ചോദിക്കുക. കോഴിക്കോട്ടിലൊക്കെ സാധാരണ സ്മെല്ല് നല്ല ഉണ്ടാവും. സ്മെല്ലില്ലാത്ത കാരണം വെള്ളം പരിപാടി ചുരുക്കിയാൽ സ്മെല്ലും എല്ലാം ഉണ്ടാവില്ല. കൂടെ അപ്പുറം ഉണങ്ങി നിൽക്കണം എന്നുള്ളൂ. വൃത്തി ഉണ്ടാവും. അപ്പൊ ഇതിലൊക്കെ വെള്ളം വെച്ചിനി, വെള്ളം വെച്ചിട്ട് പ്രാക്കളെ
കളർ തന്നെ മാറി. വെള്ളത്തിൽ കളിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് കുഞ്ഞന്മാര് തിന്ന് കഴിഞ്ഞാൽ വെള്ളം കൊടുത്ത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞന്മാർ ആ പാത്രത്തിൽ പൂ വെക്കും. അത് വെള്ളത്തിന്റെ അംശം കൂടും. അപ്പൊ പ്രാക്കളെ കളർ മാറും. തൂവലൊക്കെ ചളി പിടിക്കും. കയ്യില് പിടിച്ച് ഞാൻ പ്രാക്കളൊക്കെ ജോലി പൊട്ടിച്ചിട്ടൊക്കെ നന്നായി വരുമ്പോ ടൈം എടുക്കും. കളറൊക്കെ മാറി വരുമ്പോത്തിന്. പിന്നെ ഇതിന് കുറെ തീറ്റ കൊടുക്കുന്നുണ്ട്. കമ്പക്കട്ടിങ് കൊടുക്കലുണ്ട്. പ്രാക്കൾ തിന്ന് ചെയ്യലുണ്ടെങ്കിൽ കമ്പക്കട്ടിങ് കൊടുക്കാം. കമ്പക്കട്ടിങ് നല്ല സാധനമാണ്. പ്രാക്കൾക്ക് നല്ല ഉൾപ്പവർ ഉള്ളാക്കം ഉണ്ടാവും. അതേപോലെ നിലക്കറില കൊടുക്കുന്നതും നല്ല ഉള്ളാക്കം കിട്ടും. മറ്റതൊക്കെ പൊങ്ങായാലും ഈ നിലക്കടല അണ്ടിപ്പരിപ്പൊക്കെ കൊടുക്കാൻ ആൾക്കാരുണ്ട് കേട്ടോ. ബദാം കൊടുക്കലുണ്ട്. നമ്മളൊന്നും പിന്നെ ബദാമൊന്നും ഇന്നേരെ കൊടുത്തു നോക്കില്ല. നിലക്കടല മഴക്കാലത്ത് ഞാൻ നല്ല കൊടുക്കും. നല്ല മഴയാണെങ്കിൽ നിലക്കടല കൂട്ടി കൊടുക്കും. നല്ല മഴന്റെ സീസൺ ആണെങ്കിൽ ഒരു 10 മണി തോന്നും കൊടുക്കില്ല, 10 മണി കൊടുക്കും. വെയിലത്ത് ചിലപ്പോ അത് വർക്കാവൂല. നിലക്കടല ബുദ്ധിമുട്ടുണ്ടല്ലേ? ചൂട് കൂടുതലാണ്. നിലക്കടലക്ക് ചൂട് കൂടുതലാണ്. അപ്പൊ പ്രാവ് ഓൾറെഡി ചൂട് ജാസ്തിയാണ്. പക്ഷെ മഴക്കാലത്ത് ആ പ്രാവിനൊന്നും ചൂട് അതൊക്കെയാണ് അതിന്റെ എന്താ പറയാ ഓരോരുത്തരുടെ യുക്തിയാ നമ്മൾ ചെയ്യുന്നത്. കൊടുക്കും. ബദാം കൊടുക്കുന്നതും ഉപയോഗം ഒന്നാണ്. അല്ലാതെ അതിൽ പ്രത്യേക പവർ കിട്ടും. പക്ഷെ എല്ലാവർക്കും ചിലപ്പോ ബദാമൊന്നും വാങ്ങിയാണ്ട് ഒത്തോളൊന്നുമില്ല. സാധാരണക്കാരുണ്ടാവും പ്രാവ് പോറ്റണേ. കിലോന് 1000-1500 കൊടുത്താണ്ട് ബദാം വാങ്ങിയാണെന്ന് ചിലപ്പോ പ്രാവിന് പോറ്റാൻ കഴിയില്ല. നമ്മൾ ബദാമും കൊടുക്കാതെ ഞാൻ പറപ്പിച്ചിടത്തോളം ഈ നിലക്കടലയും നമ്മളെ മെയിൻ തീറ്റ രാഗി, പച്ചച്ചോളം ഇത് വെള്ളത്തിലിട്ട് കുതിർത്തി കൊടുക്കും. അതന്നെ മെയിൻ തീറ്റ. പിന്നെ ഏറ്റവും കൂടുതൽ മുത്താറി നല്ല തിന്നാൻ കഴിയുന്നുണ്ടെങ്കിൽ പ്രാക്കൾ തിന്നാന്നുണ്ടെങ്കിൽ ആ പ്രാക്കൾ നല്ല ഫിറ്റ് ഉണ്ടാവും. അതിന് അച്ചിപ്രാക്കളും അത് തിന്നാണ്ട് തങ്ങിയെന്നുണ്ടെങ്കിൽ മറ്റുള്ളതിനെക്കാട്ടിലും നല്ല ഫിറ്റ് പ്രാക്കൾ, നല്ല ആരോഗ്യം ഉണ്ടാവും. മുത്താറി നമ്മള് കുട്ടിയേക്ക് വരകി കൊടുക്കണ മാതിരി തന്നെയാണ് ഈ പ്രാക്കുട്ടിയേക്കും കൊടുക്കുന്നതിന്റെ സിസ്റ്റം. പുതർത്തുന്നുള്ളൂ. ഒന്ന് രക്തം കൂടാനും നല്ല പവർ ഉണ്ടാവും. പിന്നെ ഇവർക്ക് പവറാണല്ലോ വേണ്ടത്, പറക്കാനുള്ള. ഒരുപാട് സമയത്തേക്ക് പറക്കണമെങ്കിൽ അതിന് കപ്പാസിറ്റി ആണ്. പിന്നെ അൺലിമിറ്റഡ് വിടുന്ന ആൾക്കാർ ഒരുപാട് ഐറ്റം തീറ്റ ഉണ്ട്. നമ്മളൊന്നും കാണാൻ പറ്റാത്ത, നമ്മളൊന്നും ഇന്നേരെ കൊടുത്തു നോക്കിയില്ല പ്രാക്കൾക്ക്. ഉയർന്നെടുക്കുന്ന ടീമുണ്ട്. പിന്നെ വെള്ളച്ചോളം, പിന്നെ നമ്മളെ പരിപ്പ്, സാമ്പാർ പരിപ്പൊക്കെ അല്ലേ, ഇങ്ങനത്തെ പരിപ്പുകള്, കമ്പക്കട്ടിങ്, പല തീറ്റകളും പല ധാന്യങ്ങളും. ചെറുപയർ എല്ലാരും പറയും തൊപ്പ ചെയ്യാനും നന്നാനും. പക്ഷെ അതല്ല, അത് ഈ പറക്കണ അവൻ കൊടുക്കുന്നുണ്ട്. നല്ല എനർജി ഉണ്ട്. നമ്മള് അൺലിമിറ്റഡ് ഇങ്ങനെ പറഞ്ഞേക്കട്ടെ, നമ്മള് ചെയ്ത് നോക്കിയില്ല. ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ അനുഭവങ്ങൾ പറയുമ്പോൾ നമ്മൾ കേൾക്കണാണ്. നമ്മളിപ്പോ ഈ തീറ്റകളാണ് കൊടുക്കുന്നത്. നമ്മള് മെയിൻ തീറ്റ ഗോതമ്പ്, മുത്താറി, പച്ചച്ചോളം, ഫിനിഷർ, പറവയ്ക്കനുസരിച്ച് കടല. പിന്നെ പറവയ്ക്കനുസരിച്ച് കയറിനനുസരിച്ച് കടലയും നിലക്കടലയും. നമ്മള് പറപ്പിച്ച് ഒരു ലെവലാക്കി എടുക്കല്ലോ കുഞ്ഞുങ്ങളെ. അതിപ്പോ എങ്ങനെയാ ട്രെയിനിങ് സിസ്റ്റം? ട്രെയിനിങ് പറഞ്ഞാൽ ഇവിടെ താഴത്ത് ചെറുപ്പത്തിലുള്ള കൊണ്ട് അയച്ചിടും. ഇവിടെ അടിയിൽ ഇവിടെ നേരെ അടിയിലാണ് വെച്ചെടുക്കുക. ബാക്കിയുള്ള പ്രാക്കളെയും കഴിച്ചിട്ട് കൊടുക്കും. പ്രാക്കൾ ഇവിടെ തന്നെ നീച്ചടിച്ച് ചിറ്റി ഇരിക്കും. അങ്ങനെ നമ്മൾ അതിന്റെ ബാക്കില്, കാരണം ആ പ്രാക്കൾ പറക്കാനാകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. ഇവിടെ നിലത്തങ്ങ് കഴിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ നടന്ന് ശീലായിക്കോളും. അവിടെ ശീലാക്കിയിടും. അതിന്റെ കൂടെ നമ്മളെ ചട്ടപ്രാക്കൾ ഉണ്ടാവും. പിന്നെ അവിടെ ഇരുന്ന് പറന്നിറങ്ങി താക്കുള്ള പ്രാക്കൾ ഉണ്ടാവും. അഥവാ എണീറ്റ് അടിച്ചാലും പ്രാവിനെ കാണിച്ചു കൊടുത്താലും അതിലേക്ക് ഇരുത്തം. എന്റെ കാഴ്ചപ്പാടിൽ എനിക്ക് ഇതാണ് ഒന്നുകൂടി സേഫ്റ്റി തോന്നിയത്. കാരണം പ്രാക്കൾ അങ്ങനെ ഇങ്ങനെയും എവിടെയും പോയി ഇരിക്കൂല. ഇങ്ങനെ വീടിന്റെ മുകളിലോ പറന്നിറങ്ങിയാലും നിലത്തന്നെ ഉണ്ടാവും. പറന്നിറങ്ങിയാൽ 90%. പിന്നെ ചില പ്രാക്കൾ ഉണ്ടാവില്ല, അപ്പൊ എല്ലാത്തിലും ഉണ്ടാവുമല്ലോ ഒരു പൊടി കറുപ്പ്. അത് ചിലപ്പോ ആ പെരന്റെ മുകളിലോ ഇല്ലെങ്കിൽ ഈ ഷീറ്റിന്റെ മുകളിൽ ഇല്ലെങ്കിൽ ആ ഷീറ്റിന്റെ മുകളിൽ അങ്ങനെ പോയി ഇരിക്കുക. വേഗം കൂട്ടിൽ കയറും. പക്ഷെ കൂടുതൽ പേർക്ക് വരാൻ താല്പര്യം തറയാണ്. പക്ഷെ നമുക്കിപ്പോ ടീമുക്ക് ലൈറ്റ് ഇട്ടൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റൂല. എല്ലാത്ത പറപ്പിച്ചിട്ടുമ്പോൾ ലൈറ്റ് ഇട്ട് കൊടുത്ത പ്രാക്കളൊക്കെ താഴ്ത്തിറങ്ങും. ടീമുക്ക് വിടുമ്പോ പിന്നെ ആ പ്രാവ് ഇരിക്കലും ഒക്കെ നമ്മളെ ഭാഗ്യ. എവിടെ ഇരിക്കണം എന്നൊക്കെ ആണ്ട് ഒത്തുവരല് ഇതിന്റെ ഭാഗ്യാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പുറത്ത് അങ്ങാടിന്റെ മാതിരിയല്ല, ഒരു കുന്നിന്റെ മുകളിലാണ്. വേറെ പുറത്തുനിന്ന് വെളിച്ചം ഇവിടെ ഇല്ല. പിന്നെ അങ്ങാടിയിലൊക്കെ പോയിട്ടാണെങ്കിൽ പോസ്റ്റ്മത്തെ വെളിച്ചെങ്കിലൊക്കെ ഉണ്ടാവുകയായിരിക്കും. ഇത് ഇവിടെ വെളിച്ചം ഞാൻ ഇട്ടാലേ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്നാലും പ്രാക്കള് ആ സമയത്തൊക്കെ നമ്മൾ ലൈറ്റ് ഇട്ട് താഴ്ത്തിറങ്ങും. പിന്നെ ഇരുടത്തായി കഴിഞ്ഞാൽ പിന്നെ പ്രാക്കളി ഇരിക്കലല്ല, എവിടെയെങ്കിലും കണ്ട് വന്ന് പോകും. അത് നമ്മൾ നോക്കണം എന്നുള്ളു. പിന്നെ ഇവിടെ ഇതായതുകൊണ്ട് നമുക്ക് ലേശം റിസ്ക്കാ. പ്രാവിനെ പറപ്പിച്ച് ടീമൊക്കെ കൂടുമ്പോഴേ കാണിച്ചു കൊടുക്കാനും ഇരുത്താൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ആ പ്രാവ് നമ്മൾ ലൈറ്റ് ഇടാതെ ഒരു ദിവസം നിർത്തണം. എവിടെ ഇരിക്കണേ നമ്മൾ അറിയണം, നോക്കിക്കണം. അപ്പൊ ആ ലൈറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിൽ പ്രാവ് ഇന്ന സ്ഥലത്ത് ഇരിക്കും എന്നുള്ളൊരു ഐഡിയ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ആ പ്രാവ് ഇടായി കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പൊ അങ്ങനെ സുഖമുണ്ട്. അപ്പൊ അതൊക്കെ ട്രെയിനിങ്ങിൽ നമ്മൾ മനസ്സിലാക്കി പോകണം. അല്ലാതെ ഒരു ദിവസം കൊണ്ട് നമ്മൾ
പറപ്പിച്ച് ഇരുത്തുന്നത് ഫുള്ള് 7 മണി 7:20 ലൈറ്റ് ഇട്ട് കൊടുത്താണെങ്കിൽ ആ പ്രാക്കള് ലൈറ്റിന് കാത്തുന്ന പ്രാക്കളുണ്ട്. ആ ലൈറ്റ് അതാണ് സിഗ്നല്. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്യും, ലൈറ്റ് ഇടാതെ ഇരുത്താൻ നോക്കും. ആ സമയത്ത് അവിടെ കിട്ടുന്നത് അത് നമ്മൾ മെമ്മറി ഉണ്ടാവും. ലൈറ്റ് ഇടാതെ ഇരിക്കുമ്പോൾ ഇന്ന സ്ഥലത്ത് ഇരിക്കും എന്നുള്ള ഒരു ഐഡിയ നമുക്കും വരണം. അപ്പോഴേ നമുക്ക് ടീം കൂടുമ്പോ നോക്കിക്കാൻ പറ്റുള്ളൂ. ആ ഭാഗത്തേക്ക് ഒരു ഫോക്കസ് വെച്ച് നിൽക്കാൻ പറ്റും. ഇതാണ് നമ്മള് ആ ട്രെയിനിങ്ങിന്റെ കൂടെ അതും ചെയ്തു പോകണമെന്നുള്ളൂ. ഇവിടെ ബാക്കിയുള്ളവർക്കൊക്കെ നല്ല സൈറ്റിലൊക്കെ നല്ല കളത്തിലൊക്കെ പിന്നെ പ്രാക്കൾ വന്നിരിക്കും, ചെറിയ വെളിച്ചെണ്ണയിലൊക്കെ. നമ്മളിപ്പോ കുഞ്ഞുങ്ങളെ ട്രെയിനിങ് അങ്ങനെ ടൈമിങ്ങിലേക്ക് കയറ്റി കൊണ്ടുവരുന്ന ഒരു ടെക്നിക്ക്. ഞാൻ വൈകിട്ടാണ് ചിറ്റിക്കലൊക്കെ. വൈകിട്ട് പറഞ്ഞാൽ ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ പ്രാക്കളെ 4 മണിയൊക്കെ ആകുമ്പോൾ പുറത്തിട്ടേക്കുക. അതിൽ തന്നെയാണ് പൊട്ടിയിറക്ക പ്രാക്കള് ഓല് ഇങ്ങനെ അടിച്ചു കളിക്കും. അതല്ല ഫസ്റ്റ് ഇങ്ങനെ പറവയൊക്കെ ആയി തുടങ്ങിയെന്ന് കണ്ടാ പിന്നെ ഞാനൊരു പറക്കണ പ്രാവിന്റെ കൂടെ ഫസ്റ്റ് വിടല്. ആ പറക്കണ പ്രാവ് ചെറിയ പറവേ പറക്കുള്ളൂ. അതിന്റെ കൂടെ ഒന്ന് പറപ്പിക്കുക, ഒരു ഇരുത്തം ഇവിടെ കിട്ടുക നിലത്തിറങ്ങിയിട്ട്. പിന്നെ ആ പ്രാക്കളെ പിന്നെ സമയം നമ്മൾ കയറ്റൽ തന്നെ. പറഞ്ഞാൽ കയറ്റി പറഞ്ഞാൽ 5 മണിക്ക് ചിറ്റിച്ചിറങ്ങിയാൽ 5-ന്റെ ഒക്കെ പാല് ഇറങ്ങുള്ളൂ. പിന്നെ അത് പിറ്റേന്ന് നമ്മൾ അതേമാതിരി വെക്കും. അത് ഞാൻ 5 മണിക്ക് വെക്കുള്ളൂ. കാരണം പറക്കാണെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂർ കയറി പറഞ്ഞാലും പ്രാവ് ഇരിക്കണം. ആ പറയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ 2 മണിക്കൂറൊക്കെ ചുരുങ്ങിയതായി കഴിഞ്ഞാൽ പിന്നെ പ്രാവിന് പിന്നെ വെക്കണേ തന്നെ 2 മണിക്കൂർ കയറ്റിയേക്കാം, 2.5 മണിക്കൂർ കയറ്റിയേക്കാം. പ്രാവിന് ഫോമിനനുസരിച്ചിട്ടോ. പ്രാവ് വൈകുന്നേരം വെച്ച് ഇരിക്കാൻ ഞാൻ നോക്കലാണ്. പ്രാവ് വൈകുന്നേരം വെച്ച് ഇരിക്കാനാണോ കൂടുതൽ മൈൻഡ്, അതാ പറക്കാനോ മൈൻഡ് നോക്കും. അപ്പൊ പറക്കാനുള്ള മൂഡായിട്ട് നിൽക്കുന്ന പ്രാവാണെങ്കിൽ അതിന് ഇന്ന് 2 മണിക്കൂർ കയറ്റില്ലെങ്കിൽ നാളെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കയറ്റി വെച്ച് കൊടുക്കും. അപ്പൊ അതും ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ ആ 3 മണിക്കൂർ തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. ഏറ്റവും ലാസ്റ്റ് ഒരു 10 മണി പറവ കൊടുക്കുക. പിന്നത്തെ പറവ ടീമുക്കാണ് ഞാൻ വിട്ടോർത്തോളം. ഇത് 10 മണിക്ക് ലാസ്റ്റ് ഇട്ട് പിടിക്കുക. പിന്നെ അതിന്റെ ഇറക്കിയുള്ള 8 മണിപ്പുറം പിന്നെ കൊടുക്കില്ല. പിന്നെ റസ്റ്റും ചിറ്റിപ്പും കൊടുക്കുക. പ്രാവിനെ 10 മണിന്റെ വിട്ട പ്രാവിന് നേരെ 13 പറവൊക്കെ ഞാൻ വിട്ടാണ്, ഞാൻ പറപ്പിച്ചാണ്, ഞാൻ ഇരുത്തിന്. എന്റെ അനുഭവം എല്ലാവർക്കും ഇപ്പൊ പറയാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്ക് നമ്മളെ അനുഭവങ്ങൾ പറയാൻ പറ്റുള്ളൂ. ഞാൻ വിട്ടോർത്തോളം അങ്ങനെ വിട്ടിട്ടുള്ളൂ. 10 മണിപ്പുറം ഏറ്റവും ലാസ്റ്റ്. നമുക്ക് പ്രാവിനെ അറിയാമല്ലേ, ചെറുപ്പത്തിൽ നമ്മൾ പ്രാവിനെ കയറ്റി കൊണ്ടുപോകുമ്പോൾ 2-3 മണിക്കൂർ പ്രാവ് കയറി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അറിയില്ല. 10 മണിക്ക് കിട്ടാലും 3 മണിക്കൂർ കയറ്റം കിട്ടും. പിന്നെ 1 മണിക്കൂറല്ലേ. അത് പിന്നെ വൈകുന്നേരമായി കഴിഞ്ഞാൽ പിന്നെ പ്രാവ് സാധാരണ ഇരിക്കണ സമയം നോക്കിയിട്ട് തന്നെ പ്രാവ് ഇരിക്കാൻ വരുള്ളൂ. അതിന്റെ മുന്നൊന്നും പറഞ്ഞാണ്ട് മെയിൻ ചെയ്യില്ല. കാരണം ആ സമയം ഓൾക്ക് വൈകുന്നേരം പറവാന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് പറക്കണ പറവേ, അതുപോലെ എന്തായാലും ഒപ്പിക്കും. ബാക്കിയുള്ളത് കയറി കിട്ടിയാൽ മതി. അത് കേറും. അത് പറയല്ലേ, പ്രാവിലും മരുന്നുണ്ടെങ്കിൽ ആ പ്രാക്കള് എങ്ങനെയെങ്കിലും തള്ളി വായിച്ചിട്ടെങ്കിലൊക്കെ പറന്ന് ഇരുന്നോളൂ. അത് ഇല്ലാത്ത ഇപ്പൊ ഞാൻ ഈ 10 മണിക്ക് വിട്ടാണ്ട് ടീം കൂടി കഴിച്ചിട്ട് നാളെ ബാക്കിയുള്ള വിടണമെന്നില്ല കേട്ടോ. അത് ആ പ്രാവിനെ വിടുന്ന ആൾക്കാർക്ക് അറിയാം, ഈ ട്രെയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം പ്രാവിന്റെ ഫോം എന്താന്നുള്ളത്. ആ ഫോമിനനുസരിച്ച് ചെയ്താൽ മതി. 8 മണിപ്പുറം കൊടുത്തു വിട്ടുന്ന ആൾക്കാർ 8 മണിപ്പുറം തന്നെ കൊടുക്കുക. 2 മണിക്കൂർ കയറ്റം വെച്ച ആൾക്കാർ കൊടുക്കുന്ന ആൾക്കാർ ആ 2 മണിക്കൂർ തന്നെ കയറ്റം വെച്ചാൽ മതി. ഞാൻ പറഞ്ഞതിന് 4 മണിക്കൂർ 3 മണിക്കൂർ കയറ്റം വെച്ച് കൊടുക്കാന്നുള്ള അതൊക്കെ ശരിയല്ല. എന്റെ അഭിപ്രായങ്ങൾ എന്റെ ഇഷ്ടമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചെയ്തോണ്ടിരിക്കണ സിസ്റ്റം ഞാൻ എന്റെ പ്രാവിൽ ചെയ്തേ. അത് എല്ലാവർക്കും എന്റെ ഈ പ്രാവിന് തന്നെ ആവില്ല, മറ്റുള്ള കൂട്ടുണ്ടാവില്ല. ചില ആൾക്കാർ ചില പ്രാവ് കയറുന്നുണ്ട് 1 മണിക്കൂർ വെച്ച് കയറ്റം പിടിച്ച് പാക്കലുണ്ട് പറയാം. അത് മേപ്പിട്ട് കയറിക്കൂല. പക്ഷെ 1 മണിക്കൂർ ആ പ്രാവ് കയറി വെച്ച് കയറ്റം വെച്ച് ഫുള്ളായിട്ട് പാറും. ചില പ്രാവിന് 2 മണിക്കൂർ കയറ്റം വെച്ചാൽ പ്രാവ് നിസ്സാരമായിട്ട് പാറുന്നുള്ള പാക്കുകളുണ്ട്. ചിലത് 3 വെക്കണമില്ല, 4 വെക്കണമില്ലുണ്ട്. പിന്നെ പ്രാവിനനുസരിച്ചാണ്. എത്ര വിട്ടാലും പ്രാവ് വൈകുന്നേരം വെച്ച് ഇരിക്കുന്നുണ്ടോ എന്നുള്ള അത് ഞാൻ മെയിനായിട്ട് നോക്കല്. പ്രാവിനെ എത്ര പ്രാവിനെ വിട്ടാലും ഞാൻ ആദ്യം നോക്കണ സിസ്റ്റം ഇരുത്താം. പ്രാവ് വൈകുന്നേരം ആകുമ്പോൾ ഇനി ചട്ടക്ക് ഇട്ട് കൊടുത്താൽ ഇരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഇരുട് മുട്ടുമ്പം ഇരിക്കാനുള്ള പരിപാടി ഉണ്ടോ, ഇത് നോക്കുക. ചിറ്റിപ്പിന്റെ അന്നും പ്രാവ് കറക്റ്റ് ചട്ടക്കിട്ടിട്ട് കറക്റ്റ് ഇരിക്കുന്നുണ്ടോ. 2-3 വിടൽ വിട്ടിട്ട് ആ ഇരുത്തം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ആ പ്രാവില് പിന്നെ ഞാൻ വേറെ ചിന്തിക്കല്ലേ. പിന്നെ പറപ്പിക്കാൻ ടൈമിന് കയറ്റലുണ്ട്. പിന്നെ നമുക്കൊരു വിശ്വാസമാണ്. പിന്നെ വിശ്വാസം പ്രാവ് ഇരിക്കുന്ന ഉറപ്പാണ്. ഏത് സമയം ആകുമ്പോൾ പ്രാവ് ഇരിക്കുന്നുള്ള മൈൻഡ് വന്നാൽ പിന്നെ ആ സമയം കണക്കാക്കിയിട്ട് ഞാൻ പ്രാവിന് ചട്ടക്കിട്ട് കൊടുക്കും. ഏത് പ്രാവിനെ ചിറ്റിക്കാൻ വിട്ടാലും ചട്ടക്കിട്ടിട്ട് ഇരുത്തിയാൽ ഒന്നുകൂടി നല്ലതാ. കാരണം പ്രാവ് ആ ചട്ടനെ കാത്തു നിൽക്കും. അതിന് അടിയില് പിന്നെ വേറെ ഉണ്ട്. ഞാൻ പറപ്പിക്കുമ്പോ എന്റെ അടിയില് പ്രാക്കള് വേറെ ഉണ്ടാവും. പറക്കണ പ്രാക്കള് ആകാശത്ത് പറക്കുണ്ടാവും. പക്ഷെ ഈ പ്രാക്കളെ കണ്ടാണ്ടൊന്നും ആ പ്രാക്കള് ഇരിക്കാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിലെ അങ്ങനെയാണ് എന്റെ സിസ്റ്റം. കാരണം അടിയിൽ പ്രാവ് ഉണ്ടാകുമ്പോഴാണ് ഈ കുഞ്ഞന്മാര് ചിറ്റലും പറക്കലൊക്കെ. അപ്പോഴും ഞാൻ ഇരിക്കാൻ നേരത്തെ ചട്ടക്കിട്ട് കൊടുക്കണം. അപ്പൊ ഈ ചട്ടപ്രാവിനെ ഓല് വെയിറ്റ് ചെയ്യും. പിന്നെ ഓൾക്ക് കയ്യിലാന്നുണ്ടെങ്കിൽ പിന്നെ ചട്ടപ്രാവും നോക്കൂല, വേറെ ഒന്നും നോക്കൂല. ഒന്നുകിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഓല് ലാൻഡ് ചെയ്തിട്ടുണ്ടാവും. അത് പിന്നെ മനുഷ്യന്മാരായാലും അങ്ങനെ തന്നെയാണല്ലോ. അപ്പൊ അതേമാതിരി ചട്ട നമ്മള് ഈ ചെറുപ്പത്തിൽ ചിറ്റിച്ചിറക്കുമ്പോ ചട്ടപ്രാവ് ഇട്ട് ഇറക്കുക എന്നുള്ളതാണ് എന്റെ
സിസ്റ്റം കേട്ടോ. ഒന്ന് പഠിപ്പിച്ച് ശീലിച്ചാല് പഠിപ്പിച്ചാൽ പിന്നെ ആ പഠിപ്പിക്കലിന് കാത്തുക്കും പ്രാവ്. ആ പ്രാവിനെ പഠിപ്പിച്ചാൽ ആ പ്രാവ് ഇരുന്നതും ചെയ്യും. ഇനി അത് സ്ഥാനത്ത് അടിയിൽ പ്രാക്കളെ അയച്ചിട്ട് പ്രാക്കള് ഇരിക്കാൻ വരില്ല. ഫുൾ പ്രാവിനെ നിലത്തിറക്കിയിട്ടാണ് ഞാൻ പുതിയ കുട്ടികളെ ചിറ്റിച്ചിറക്കിയത്. അപ്പൊ ഞാൻ പ്രാക്കളെ ഞാൻ അടുത്ത പറവയെ കൂടുമ്പോ ആ പ്രാക്കളെ അടിയിൽ വെച്ചിട്ട് പ്രാവ് ഇരിക്കാൻ വരില്ല. ആ പ്രാക്കുഞ്ഞമ്മ ഞാൻ ചട്ടക്കെട്ടിട്ട് ഇരുത്തി കാണിച്ചു കൊടുത്തത്. ട്രെയിനിങ്ങിൽ എന്താണോ ചെയ്തത് അതെ. ചട്ടക്കെട്ടുപോലാണ് ചട്ടക്കിടുക. അതല്ല പ്രാവിനെ അത് അയച്ചിട്ടിട്ട് ഇറക്കുന്ന ആൾക്കാരുണ്ട്. ചട്ടപ്രാക്കൾ വേറെ ഉണ്ടാവും. ചിറകുള്ള പ്രാക്കൾ അയച്ചിട്ടിട്ട് ഇരുത്തുന്ന ആൾക്കാരുണ്ട്. ഞാനത് ചെയ്യല്. കാരണം നമ്മളെ പ്രാവിനെ കൊടുത്തോടത്തുനിന്നൊക്കെ അഥവാ ബൈ ചാൻസില് അച്ചിപ്രാവിനൊക്കെ കൊടുത്തോണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ സെയിലാക്കിയൊക്കെ ഉണ്ടാവും. ഇതൊക്കെ ബൈ ചാൻസ് തിരിച്ചു വന്നാലും താഴത്ത് പ്രാവ് ഇറങ്ങി കഴിഞ്ഞാലും ഈ പറക്കണ പ്രാവിന് ഈ പ്രാവിനെ കണ്ടിട്ട് ബുദ്ധിമുട്ട് വരരുത്. അപ്പൊ ഇത് എന്റെ ദിവസമല്ല, ഈ ഡോർ തുറന്നു കൊടുത്ത പ്രാക്കളൊക്കെ കയറും. ഡോർ തുറക്കണ വരെ ഓല് കാത്തുക്കും. തുറന്നു കഴിഞ്ഞാൽ പ്രാക്കളൊന്ന് ബാക്കിൽ നിന്ന് തട്ടി കൊടുത്താൽ ഷെഡിക്കട്ട് കയറി കഴിഞ്ഞാല് അപ്പൊ ട്രെയിനിങ് അങ്ങനെ ചെറുപ്പത്തിലെ ട്രെയിനിങ്. അപ്പൊ ഇനി കൊടുത്തോട്ടുന്ന ഏത് പ്രാവ് തിരിച്ചു വന്നാലും എനിക്ക് ഡോർ ഒന്ന് വെച്ചെടുത്ത പ്രാവ് കയറിപ്പോരും. മറ്റേ പ്രാവ് ഇറങ്ങൂല. അതൊക്കെയാണ് ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഞാൻ ഈ ചട്ട ഇട്ടിട്ട് തന്നെ പ്രാവ് ഇരുത്തുന്നത്. അടിയിൽ പ്രാവ് നിരത്തി അരിച്ചിട്ട് പ്രാക്കൾ ഇരിക്കാൻ വരവ് കുറവാ. ചെറുപ്പത്തിൽ അങ്ങനെ ആയതുകൊണ്ടാണ് ട്രെയിനിങ് ആണ്. നമ്മള് ചെറുപ്പത്തിൽ ആ പ്രാവിനെ ശീലിപ്പിച്ച കൊണ്ടുവന്ന ശീലിപ്പ് എന്താണോ അതാണ് ആ പ്രാവിന്റെ മെയിൻ. അത് പിന്നെ ഒരു ദിവസം ഒരാൾ പറഞ്ഞ അഭിപ്രായത്തിനോ അല്ലെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ അങ്ങനെയല്ല ഇങ്ങനെ ചെയ്തു പറഞ്ഞാൽ ആ പണിക്ക് നിൽക്കരുത്. അതിനെങ്ങനെയാണോ നമ്മൾ ട്രെയിൻ ചെയ്ത് പോകുന്നത് ആ ട്രെയിനിങ് കൂടെ തന്നെ പ്രാവിനെ ആ തീറ്റയാണെങ്കിലും ട്രെയിനിങ്ങിലാണെങ്കിലും ഒക്കെ ആ ലൈനിൽ കൂടെ തന്നെ പോവാം. ഒരു സുപ്രഭാതത്തിനും ഒരു പ്രാവിന്റെ സിസ്റ്റം മാറ്റരുത്. പറപ്പിക്കുന്ന പ്രാവിന് കിട്ടും. ജോഡിപ്രാവിന് പിന്നെ എന്ത് ചെയ്യാ, പറപ്പിക്കുന്ന പ്രാവിന്റെ സിസ്റ്റങ്ങൾ മാറ്റരുത്. നിലവിൽ പറഞ്ഞു കൊടുക്കുന്ന പ്രാവിനെ പിടിച്ച് വേറൊരു സിസ്റ്റത്തേക്ക് കൊണ്ടുപോയാണ്ട് ഇനി അങ്ങനെ ഒന്ന് തീറ്റ കൊടുത്തിട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഒന്ന് മാറ്റം വരുത്തില്ലേ ഒറ്റക്കൂട്ട് കൊണ്ടുവരട്ടെ അതൊന്നും ചെയ്യരുത്. പിന്നെ നമ്മളിപ്പോ ഈ പറപ്പിക്കുന്ന പ്രാവിന് ചില ആൾക്കാർ നമുക്ക് അനുഭവം കേട്ടോ. നമ്മുടെ സുഹൃത്തിന് അടുത്ത ഒരാൾ പറഞ്ഞ് ഈ ബദാം കൊടുത്തോണ്ടി പറക്കുന്ന ടൈമില് അത് നല്ല പവർ ഉണ്ടാവും പറഞ്ഞു. ഇന്ന് വരെ ആ പ്രാവിന് ബദാം കൊടുത്തില്ല. ഇവരെന്ത് ചെയ്ത് ഇപ്പം പറഞ്ഞ വാക്കും കേട്ട് വിടുന്നതിന്റെ അന്ന് 2 മണി ബദാം പൊട്ടിച്ച് കൊടുത്ത് ലേശം വെള്ളം കൊടുത്ത് പ്രാവിനെ വിട്ട് പ്രാവ് 8 മണിക്ക് ഇട്ടിച്ച് പ്രാവാ 4 മണി റൗണ്ട് അടിച്ച് പ്രാവ് വന്ന് ഇരുന്ന് കമ്പിക്കുടുമ്പ് വന്നിരുന്ന് ഈ മേടയുള്ള ഈ ബദാം കക്കി പുറത്ത് തള്ളിയിട്ടില്ല. അത് തള്ളിയിട്ട് പ്രാവ് നീച്ച് പാറും ചെയ്തു. ആ പ്രാവ് ഇരിക്കുന്നത് വൈകുന്നേരമാണ്. പക്ഷെ ടീമൊക്കെ ഇട്ട പ്രാവിന്റെ പറവ കഴിഞ്ഞ് കൊളായി. പ്രാക്കള് പാറി. പക്ഷെ ടീം ഔട്ടായിട്ടാണ് പിന്നെ എണീറ്റ് പ്രാക്കള് പാറുന്നത്. കാരണം ഇന്ന് വരെ കൊടുക്കാത്ത തീറ്റയാണ് ബദാം. അത് ടൈം 8 മണിക്ക് ഇട്ട് പിടിച്ചത് വരെ ബദാം ഒന്നും കൊടുത്തില്ല. വെറും മുത്താറിയും ഈ പച്ചച്ചോളവും കടലയും കൊടുത്തിട്ടാണ് പ്രാവിനെ ആക്കിയത്. ഇതിപ്പോ ഒരാള് പറഞ്ഞ അഭിപ്രായമാണ് നിങ്ങൾ ബദാം കൊടുത്ത് വിട്ടോണ്ടി പ്രാവ് നല്ല ഫോമിൽ നിൽക്കുന്നത്. അപ്പൊ അതിപ്പോ ആരായാലും ഇപ്പൊ ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും നമ്മള് ഫസ്റ്റായിട്ട് ടീമൊക്കെ പ്രാവിനെ കൊണ്ടുവന്ന് 8 മണിക്കൊക്കെ ഇട്ട് സെറ്റാക്കി പറപ്പിക്കാൻ നിൽക്കുമ്പോ നമുക്ക് പറക്കലാണ് ഉദ്ദേശം. അപ്പൊ പുതിയൊരാളൊരു അറിവ് പറയാണ്. അപ്പൊ നമ്മൾ കണക്കൂട്ടാ ബദാം കൂട്ടാൻ നല്ല പറക്കും. അപ്പൊ സംഗതി പറക്കുണ്ടാവും. പക്ഷെ ഇത് ഒറ്റ ദിവസം കൊണ്ട് കൊടുക്കുകയാണ്. ഈ പ്രാവിന് ആ സാധനം വേണ്ട. അത് കൊടുത്തു വിട്ട് പ്രാവ് വെട്ട ഇറങ്ങി ഇത് കക്കി ഒഴിവാക്കി വീണ്ടും ആ പ്രാക്കൾ എനിക്ക് പാറിയാണ്. പക്ഷെ അത് ഫുള്ളാക്കിന്. പക്ഷെ അത് ടീമുക്ക് അത് ഉള്ളിൽ പൊളിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതും ഒരു മിസ്റ്റേക്കാണ്. നമ്മൾ പുതിയൊരു തീറ്റ പരീക്ഷിക്കല്, പുതിയ പഠിപ്പ് സിസ്റ്റങ്ങൾ മാറ്റില്ല, അതൊന്നും ചെയ്യരുതെന്നുള്ള എന്റെ അഭിപ്രായം കേട്ടോ. ബാക്കി ഓരോരുത്തർക്കും ഇപ്പൊ നമുക്കൊരു അനുഭവത്തിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ നമ്മളെ പ്രാക്കളൊക്കെയാണ് ഇപ്പൊ ഈ കണ്ടതൊക്കെ. അപ്പൊ നിങ്ങൾ ഇതിന്റെ അഭിപ്രായങ്ങളും പിന്നെ നിങ്ങൾക്കൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടോ? എങ്ങനെ ഇതിന്റെയൊക്കെ പറ്റിയ കുറെ ഞങ്ങൾ പറഞ്ഞതിലൂടെ തെറ്റുകളുണ്ടാവും, ചില ശരികളുണ്ടാവും. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റൊക്കെ ഇതിൽ പറയാ, ലൈക്ക് ചെയ്യുക. പിന്നെ പ്രാവല്ലേ, പ്രാവില് നമുക്ക് എന്താ പറയാ, ഞാൻ പഠിച്ച പഠിപ്പാവില്ല മറ്റൊരാൾ പഠിക്കുന്നത്. അപ്പോൾ 100 ആൾക്ക് 100 അഭിപ്രായങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് ഇതിൽ ഒന്ന് പറഞ്ഞു തരും. നമുക്കും പഠിക്കാൻ പറ്റും, നമുക്കും പഠിക്കാം. ഞങ്ങൾ പറഞ്ഞ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് എന്നൊക്കെ ചെയ്തിട്ടൊന്ന് സെറ്റാക്കി തരി. പിന്നെ ഇത്രമാത്രം നമ്മൾ വീഡിയോ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാണ്. ഇനി അടുത്ത ഏതെങ്കിലും പുതിയ വീഡിയോ ഒക്കെ ഉണ്ടാകുമ്പോൾ ആൾ ചെയ്തോളും. അപ്പൊ ഇതിന്റെ കമന്റ് ഒക്കെ ഒന്ന് പറഞ്ഞു തരും.